ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. സുസ്വാഗതം. വാമനാവതാര ചരിതം തുടരുകയാണ്. 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഇന്ന് രാവിലെ കണ്ട ഭാഗം ശുക്രാചാര്യർ മഹാബലിയെ ദാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിക്കൊണ്ട് പറഞ്ഞ ന്യായങ്ങളായിരുന്നു. 13 ശ്ലോകങ്ങളെ കൊണ്ട് 14 ശ്ലോകങ്ങളെ കൊണ്ട് വളരെ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ ശുക്രാചാര്യരെ പോലെയുള്ള ഒരു ആചാര്യൻ, അതും തന്റെ ജീവദായകനാണ്, തനിക്ക് എല്ലാമാണ്, അങ്ങനെയുള്ള ഒരു ഗുരുനാഥൻ വളരെ കാര്യമായി വിസ്തരിച്ച് തന്നെ ന്യായാന്യായങ്ങൾ പറഞ്ഞ് നീ ഈ ദാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ നിനക്ക് യാതൊരു ദോഷവും സംഭവിക്കുകയില്ല, നീ ദാനത്തിനായിട്ട് ഒരുമ്പെട്ടാലാണ് നിനക്ക് എല്ലാ നഷ്ടവും സംഭവിക്കുക, നിനക്കത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല, വലിയ നഷ്ടമാണ് നിനക്കുണ്ടാവാൻ പോകുന്നത്, നീ നരകത്തിലാണ് പോയി ചേരാൻ പോകുന്നത്, ദുഷ്കീർത്തി വന്നു ചേരുമല്ലെങ്കിലും അതുകൊണ്ട് എല്ലാം വേണ്ടതുപോലെ ചിന്തിച്ച് നീ ദാനത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് വേണ്ടത്. നീ ഇതുവരെ ഓം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഓം എന്ന് പറയാത്തത് വരെ ദാനം വാഗ്ദാനമായിട്ടില്ല, അതുകൊണ്ട് പിന്തിരിയാവുന്നതാണെന്ന് പരമാവധി എല്ലാ രീതിയിലും ശുക്രാചാര്യരെ ഉപദേശിച്ചു. ഒരു തരത്തിൽ ഒരു പരീക്ഷ തന്നെയാണ് മഹാബലിയെ സംബന്ധിച്ച്. ഗുരുവിന്റെ ഒരു പരീക്ഷയാവാം, ഈശ്വരന്റെ ഒരു പരീക്ഷയാവാം. എന്തായാലും ഭഗവാന്റെ ലീല തന്നെയാണിതെല്ലാം, ഭഗവാന്റെ ഇച്ഛ തന്നെയാണിതെല്ലാം. ഇപ്പൊ മഹാബലിയുടെ ആ ഒരു മഹത്വത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കൂടിയാണ് ഇങ്ങനെയുള്ള രംഗങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. മഹാബലി മോശക്കാരനല്ല, പ്രഹ്ലാദന്റെ വംശത്തിൽ വന്ന ആളാണ്, പ്രഹ്ലാദന്റെ പൗത്രനാണ്. അപ്പൊ അദ്ദേഹം ധർമ്മനിഷ്ഠനാണ്, സത്യസന്ധനാണ്. അതുകൊണ്ട് അദ്ദേഹം വലിയ ശിക്ഷയൊന്നും അർഹിക്കുന്നില്ല. അദ്ദേഹത്തെ ഒന്ന് തിരുത്തിയാൽ മതി, അദ്ദേഹത്തിന്റെ അറിവൊന്ന് ശരിയായാൽ മതി. ഇതാണ് ഭഗവാന്റെ ഒരു കാരുണ്യം. അപ്പൊ തന്റെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ശത്രുപക്ഷത്താണെങ്കിൽ പോലും ഭഗവാൻ ഇവിടെ എത്ര കാരുണ്യം കാണിച്ച് ആ മഹാബലിയുടെ യശസ്സിനെ വർദ്ധിപ്പിച്ച് തന്നെ പോലും സ്വയം നിസ്സാരനാക്കിക്കൊണ്ട്, അല്ലെ, ലോകം എന്നും വാമനനെ കുറ്റം പറയും, മഹാബലി ആരും കുറ്റം പറയുന്നില്ല. ആ രീതിയിൽ സ്വയം ചെറുതായിക്കൊണ്ട്, അതും ഒരു യാചകനെ പോലെ മഹാബലിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത്, തീർച്ചയായിട്ടും ആ മഹാബലി മറ്റ് യോഗ്യതകളൊക്കെ ഉള്ള ആള് തന്നെയാണ്, ബഹുമാനിക്കത്തക്ക വ്യക്തിത്വം തന്നെയാണ്, എല്ലാ കഴിവും ഉള്ള ആള് തന്നെയാണ് എന്നുകൂടെ സ്ഥാപിക്കാനാണ് അടുത്ത ഇന്ദ്രനായി വരുന്നത് അദ്ദേഹമാണ്. അപ്പൊ അതിനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഉണ്ട്. അപ്പം വളരെ മനോഹരമായിട്ട് നമ്മൾ അത് കണ്ടു. കഴിഞ്ഞ 14 ശ്ലോകങ്ങൾ ശുക്രാചാര്യരെ പറഞ്ഞു കൊടുത്തത് കണ്ടു. ഇനി അതിന് മറുപടി മഹാബലി തന്റെ ഗുരുവിനോട് പറയുകയാണ്.
അപ്പോൾ കേൾക്കുന്നവർക്ക് ആ ഗുരുവിനെ ധിക്കരിക്കുന്നു എന്ന് തോന്നും. കാരണം ഗുരുവിനേക്കാൾ അറിവുള്ളവനെ പോലെ സംസാരിക്കുന്നു. പാരമാർത്ഥികമായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ വലിയ തത്വങ്ങളെ മഹാബലി അങ്ങോട്ട് പറയുന്നു. അപ്പം അതിലൂടെ തൻ്റെ അറിവ് ചെറുതൊന്നുമല്ല, താൻ തീരെ മൂഢനുമല്ല എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവും പ്രകടിപ്പിക്കുന്നു. നമുക്ക് ഓരോ ശ്ലോകങ്ങളായിട്ടത് കാണാം. വളരെ രസകരമായിട്ടുള്ള ഭാഗങ്ങളാണ്. ബലിയുടെ ശുക്രാചാര്യരോടുള്ള മറുപടിയാണ് ആദ്യ ഭാഗം. പിന്നീട് ശിഷ്യനെ ഗുരു ശപിക്കുന്നതായിട്ടുള്ള രംഗം. ഗുരു ശപിച്ചിട്ട് പോലും തന്റെ സത്യത്തിൽ നിന്ന് പിന്തിരിയാതെ താൻ ചെയ്ത വാഗ്ദാനത്തെ നിറവേറ്റിക്കൊണ്ട് വാമന ഭഗവാന് ദാനം കൊടുക്കുന്നതായിട്ടുള്ള രംഗം. അങ്ങനെ ഭഗവാൻ തന്റെ ആ ശരീരത്തെ വളർത്തി വിശ്വരൂപനായി ത്രിവിക്രമനായി മഹാബലിക്ക് ദർശനം കൊടുക്കുന്നതായിട്ടുള്ള ആ ഭാഗം. ഇതൊക്കെയാണ് ഈ അധ്യായത്തിൽ വരുന്നത്. തുടർച്ചയായിട്ട് അടുത്ത അധ്യായത്തിലും ഇതിന്റെ ഭഗവാന്റെ വിശ്വരൂപത്തിന്റെ വർണ്ണനയും അതിനുശേഷമുള്ളതായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു അനുഗ്രഹ ലീലകളും കാണാം. അപ്പൊ നമുക്ക് ഈ അധ്യായത്തില് 34 ശ്ലോകങ്ങളാണ് വായിക്കാം. തുടർന്ന് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ 20തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ബലിരേവം ഗൃഹപതിഃ കുലാചാര്യേണ ഭാഷിതഃ. തൂഷ്ണീം ഭൂത്വാ ക്ഷണം രാജൻ ഉവാചാവഹിതോ ഗുരും. ബലിരുവാച. സത്യം ഭഗവതാ പ്രോക്തം ധർമ്മോയം ഗൃഹമേധിനാം. അർത്ഥം കാമം യശോ വൃത്തിം യോ ന ബാധേത കർഹിചിത്. സചാഹം വിത്തലോഭേന പ്രത്യാചക്ഷേ കദം ദ്വിജം. പ്രതിശ്രുത്യ ദദാമീതി പ്രാഹ്ലാദിഃ കിതവോ യഥാ. ന ഹ്യസത്യാത് പരോ അധർമ്മ ഇതി ഹോവാച ഭൂരിയം. സർവം സോടുമലം മന്യേ ഋതേ അളീക പരം നരം. നാഹം ബിബേമി നിരയാത് നാധന്യാദസുഖാർണവാത്. ന സ്ഥാനച്യവനാത് മൃത്യോഃ യദാ വിപ്രപ്രലംഭനാത്. യദ്യദ്ധാസ്യതി ലോകേസ്മിൻ സംപരേദം ധനാദികം. തസ്യ ത്യാഗേ നിമിത്തം കിം വിപ്രസ്തുഷ്യേന്ന തേന ചേത. ശ്രേയഃ കുർവന്തി ഭൂതാനാം സാധവോ ദുസ്ത്യജാസുഭിഃ. ദദ്യംസി വിപ്രഭൃതയഃ കോ വികൽപോ ദരാദിഷു. യൈര്യം ബുഭുജേ ബ്രഹ്മൻ ദൈത്യേന്ദ്രൈരനിവർത്തിഭിഃ. തേഷാം കാലോ ഗ്രസീത് ലോകാൻ. ന യശോ അധിഗതം ഭുവി. സുലഭായുധി വിപ്രർഷേ ഹ്യനിവൃത്താസ്തനുത്യജഃ. ന തദാ തീർത്ഥ ആയാതേ ശ്രദ്ധയാ യേതനത്യജഃ. മനസ്വിന കാരുണികസ്യ ശോഭനം യദർത്ഥികാമോപനയേന ദുർഗതിഃ. കുതഃ പുനർബ്രഹ്മവിദാം ഭവാദൃശാം തതോ വടോരസ്യ ദദാമി വാഞ്ചിതം. യജന്തി യജ്ഞക്രതുഭിർയമാദൃതാ ഭവന്ത ആംനായ വിധാന കോവിദാഃ. സ ഏവ വിഷ്ണുർവരദോസ്തു വാ പരോ ദാസ്യാമ്യമുഷ്മൈ ക്ഷിതിമീപ്സിതാം മുനേ. യദപ്യസൗ അധർമ്മേണ മാം ബധ്നീയാദനാഗസം. തദാഭ്യേനം ന ഹിംസിഷ്യേ ഭീതം ബ്രഹ്മതനും റിപും. ഏഷ വാ ഉത്തമശ്ലോകോ ന ജിഹാസതി യദ്യശഃ. ഹത്വാ മൈനാം ഹരേദ്യുദ്ധേ ശയീത നിഹതോ മയാ. ശ്രീശുക ഉവാച. ഏവമശ്രദ്ധിതം ശിഷ്യം അനാദേശകരം ഗുരുഃ. ശശാപദൈവ പ്രഹിതഃ സത്യസന്ധം മനസ്വിനം. ദൃഢം പണ്ഡിതമാന്യജ്ഞഃ സ്തബ്ധോസി അസ്മദുപേക്ഷയാ. മത്ശാസനാദികോ യസ്ത്വം അചിരാത് പൃശ്യസേ ശ്രിയഃ.
ഏവം ശബ്ദഃ സ്വഗുരുണാ സത്യാന്ന ചലിതോ മഹാൻ വാമനായ ദദൗ ഏനാം അർച്ചിത്വാ ഉദകപൂർവകം വിന്ധ്യാവലിസ്തദാഗത്യ പത്നി ജാലകമാലിനി ആ നിന്നേ കലശം ഹൈമം അവനേജന്യപാമൃതം യജമാന സ്വയം തസ്യ ശ്രീമത്പാദയുഗം മുദ അവനിജ്യാവഹൻ മൂർധ്നി തദപോ വിശ്വപാവനീഃ തദാ സുരേന്ദ്രം ദിവി ദേവതാഗണാഃ ഗന്ധർവ വിദ്യാധരസിദ്ധചാരണാഃ തൽകർമ്മ സർവേപി ഗൃണന്ത ആർജവം പ്രസൂനവർഷൈർവവൃഷുർമുദാന്വിതാഃ നേതുർമുഹുർദുന്ദുഭയഃ സഹസ്രശോ ഗന്ധർവ കിം പൂരുഷ കിന്നരാജഗുഃ മനസ്വിനാനേന കൃതം സുദുഷ്കരം വിദ്വാനദാദ്യത്രിഭവേ ജഗത്രയം തദ്വാമനം രൂപമവർദ്ധതാത്ഭുതം ഹരേരനന്ദസ്യ ഗുണത്രയാത്മകം ഭൂഖം ദിശോദ്യൗർവിവരാപയോദയഃ തിര്യഗ്നദേവാ ഋഷയോ യഥാ സതാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേ ബലിസ്തസ്യ മഹാവിഭൂതേഃ സഹൃത്തികാചാര്യ സദസ്യേതത് ദദർശ വിശ്വം ത്രിഗുണം ഗുണാത്മകേ ബോധേന്ദ്രിയാർത്താശയ ജീവയുക്തം രസാം അചഷ്ടാംഗ്രിതലേതപാദയോഃ മഹീം മഹീദ്രാൻ പുരുഷസ്യ ജംഗയോഃ പദത്രിണോ ജാനുനി വിശ്വമൂർത്തേഃ ഊർവോർഗണം മാരുതമിന്ദ്രസേനഃ സന്ധ്യാം വിഭോർവാസസി ഗുഹ്യ ഐക്ഷത് പ്രജാപതീൻ ജഗനെ ആത്മമുഖ്യാൻ നാഭ്യാം നഭക്കുക്ഷിഷു സപ്ത സിന്ധൂൻ ഉരുക്രമസ്യോരസി ചക്ഷമാലാം ഹൃദ്യംഗധർമ്മം സ്തനയോർമുരാരേഃ ഹൃദം ച സത്യം ച മനസ്യദേന്ദും ശ്രിയം ച വക്ഷസി അരവിന്ദഹസ്താം കണ്ഠേ ച സാമാനി സമസ്തരേബാൻ ഇന്ദ്രപ്രധാനാൻ അമരാൻ ഭുജേഷു തത്കർണയോഃ കകുബോദദ്യൗശ്ച മൂർധ്നി കേശേഷു മേഘാൻ ശ്വസനം നാസികായാഃ അക്ഷ്ണോശ്ച സൂര്യം വദനേ ച വന്യം വാണ്യാം ച ചന്ദാം ശിരസേ ജലേശം ഭ്രുവോർനിഷേധം ച വിധിം ച പക്ഷ്മസു അഹശ്ച രാത്രിം ച പരസ്യ പുംസോ മന്യും ലലാടേ അധരയേവ ലോഭം സ്പർശേ ച കാമം നൃപരേതസോംബഃ പൃഷ്ടേ ത്വധർമ്മം ക്രമണേഷു യജ്ഞം ഛായാസു മൃത്യും ഹസിതേ ച മായാം തനൂരുഹേ ശോഷതി ജാതയശ്ച നദീശ്ച നാഡീഷു ശിലാനഗേഷു ബുദ്ധൗ അജം ദേവഗണാൻ ഋഷീംശ്ച പ്രാണേഷു ഗാത്രേ സ്ഥിരജംഗമാനി സർവാണി ഭൂതാനി ദദർശ വീരഃ സർവാത്മനീദം ഭുവനം നിരീക്ഷ്യ സർവേ അസുരാ കശ്മലമാപുരംഗ സുദർശനം ചക്രം അസഹ്യ തേജോ ധനുശ്ച സാർഗം സ്തനയിത്മുഘോഷം പർജന്യഘോഷോ ജലജഃ പാഞ്ചജന്യഃ കൗമോദഗീ വിഷ്ണുഗദാ തരസ്വിനി വിദ്യാധരോऽസി ശതചന്ദ്രയുക്തഃ തൂണോത്തമൗ അക്ഷയസായകൗ ച സുനന്ദമുഖ്യാ ഉപതസ്ഥുരീശം പാർഷദമുഖ്യാഃ സഹ ലോകപാലാഃ സ്ഫുരൽ കിരീടാംഗദ മീനകുണ്ടല ശ്രീവത്സരത്നോത്തമമേഖലാംബരൈഃ മധുവ്രതസ്രഗ്വനമാലയാവൃതോ രരാജരാജൻ ഭഗവാനുരുക്രമഃ ക്ഷിതിം പദൈകേന ബലേർവിചക്രമേ നഭഃ ശരീരേണ ദിശശ്ച ബാഹുഭിഃ പദം ദ്വിതീയം ക്രമദഃ ത്രിവിഷ്ടവം ന വൈ തൃതീയായ തദീയമന്വപി ഉരുക്രമസ്യാംഗ്രിരുപര്യുപര്യതോ മഹർജനാഭ്യാം തപസഃ പരം ഗതഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ വിശ്വരൂപദർശനം നാമ 20തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. നാരായണ. ഫാനൊന്നുകൂടെ ശരിയാക്കട്ടെ. നമ്മൾ 20-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചു. രാവിലെ വിസ്തരിച്ച് പറഞ്ഞ ഭാഗങ്ങൾ ഇനിയും പറയേണ്ട കാര്യമില്ല. കാരണം അത് ശുക്രാചാര്യരുടെ നീതിയാണ്. ശുക്രനീതി ലൗകികങ്ങളായ ന്യായം, ധർമ്മ, അർത്ഥ, കാമങ്ങളെന്ന 3 പുരുഷാർത്ഥങ്ങളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ഉപദേശമാണ്. മോക്ഷം എന്നുള്ളതായിട്ടുള്ള പരമപുരുഷാർത്ഥത്തെ പരിഗണിക്കാത്ത ഉപദേശങ്ങളാണ്. ഒരു മനുഷ്യ ജീവിതത്തിന്റെ പരമലക്ഷ്യമായിട്ട് ഈ ത്രിവർഗങ്ങളുടെ സമ്പാദ്യമാണ് ഈ ലോകത്തും. അതുപോലെ ഇവിടെ ധർമാനുഷ്ഠാനം കൊണ്ട് സമ്പാദിക്കുന്ന പുണ്യം കൊണ്ട് സ്വർഗം എന്നുള്ള ലോകവും, പരലോകങ്ങൾ, സ്വർഗാദി ലോകങ്ങളിൽ ചെന്ന് ആ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുക എന്ന് മാത്രമാണ്. എന്നുവെച്ചാൽ സംസാരത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഈ കാര്യങ്ങൾ, ഈ ത്രിവർഗങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളൂ. സംസാരത്തിൽ നിന്ന് കരകയറാനുള്ളതായിട്ടുള്ള വിദ്യ ഇവിടെ വിഷയമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഉപദേശം പാരമഹംസ്യ സംഹിതയായ ഭാഗവതത്തില് പ്രമാണമേ അല്ല. ഭാഗവതം പാരമഹംസ്യ സംഹിതയാണ്, പരമഹംസന്മാരുടെ സംഹിതയാണ്. അഥവാ നിവൃത്തിധർമ്മത്തിന് പ്രാധാന്യമേറുന്ന സംഹിതയാണ്. കാരണം ഇവിടെ ഉപദേശിക്കപ്പെടുന്നത് പരീക്ഷിത്ത് രാജാവിനോടാണ്. രാജ്യം ത്യജിച്ച് ഗംഗാതീരത്ത് ചെന്നിരിക്കുന്ന, മരണമാസന്നനായിരിക്കുന്ന, അല്ലേ, ആ വിരക്തനായി കഴിഞ്ഞ് തന്റെ ജീവിതത്തിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് അന്വേഷിക്കുന്ന ആ പരീക്ഷത്തിനുള്ളതായിട്ടുള്ള ഉപദേശമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണത് പാരമഹംസ്യ സംഹിതയാകുന്നത്. പരമഹംസനായ ശുഖബ്രഹ്മർഷിയാണ് ഭാഗവതം ഉപദേശിക്കുന്നതും. അതുകൊണ്ട് ഇവിടെ എല്ലാ ഉപദേശത്തിന്റെയും അടിയിൽ ആധാരമായിട്ട് മോക്ഷം തന്നെയാണ് ലക്ഷ്യം, പരമപുരുഷാർത്ഥം. അപ്പോൾ അത് വിഷയമാക്കാത്തതായിട്ടുള്ള ശുക്രാചാര്യരുടെ ഉപദേശം പൂർവപക്ഷം മാത്രമാണ്. അതിനെ നമ്മൾ കാര്യമാക്കേണ്ടതില്ല. ഒരു ലൗകികമായിട്ടുള്ള ന്യായമായിട്ട് മനസ്സിലാക്കി വെക്കാം. ലൗകികന്മാർക്ക് വേണ്ടി വരും, അല്ലേ? ഗൃഹസ്ഥന്മാർക്ക്, വീട് വിട്ടിറങ്ങാൻ തയ്യാറില്ലാത്തവർക്ക്
തങ്ങളുടെ പ്രാരബ്ധത്തിൽ വേണ്ടത്ര വിശ്വാസമില്ലാത്തവർക്ക്, ഈശ്വരനിൽ വിശ്വാസം കുറഞ്ഞിരിക്കുന്നവർക്ക് അവർക്ക് വിടാൻ ധൈര്യം ഉണ്ടാവില്ല. വൈരാഗ്യം പൂർണ്ണമായിട്ട് വരില്ല. അപ്പം അങ്ങനെ വൈരാഗ്യം വരാത്തവരായിട്ടുള്ള, നിവൃത്തിക്ക് അധികാരികളല്ലാത്ത ആളുകൾക്ക്, പ്രവൃത്തിയിൽ മാത്രം അധികാരികളായിരിക്കുന്ന ആളുകൾക്ക് ഇത് ന്യായമായിട്ട് വാദിക്കാം. ഈ കാര്യങ്ങളൊക്കെ പറയാം. ഭാഗവതത്തിലെ ശുക്രാചാര്യർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശരിയായിക്കോളും, പറഞ്ഞോളൂ, വേണ്ടാന്ന് പറയുന്നില്ല. ലൗകിക ന്യായങ്ങളാണ്. സ്മാർട്ടായിരിക്കുക, ലൗകികത്തിലിരിക്കുമ്പോൾ സ്മാർട്ടായിരിക്കുക. എന്തെങ്കിലുമൊക്കെ ന്യായങ്ങളൊക്കെ വേണ്ടേ അല്ലേ? അപ്പോൾ എന്താ പറയുക, നമുക്ക് ശാസ്ത്രം പറയുമ്പോൾ വെള്ളം ചേർക്കാനൊന്നും പറ്റില്ല. ഭാഗവതം എന്നുള്ള ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ വെള്ളം ചേർക്കലൊന്നും പറ്റില്ല. അത് ഉള്ളതുപോലെ പറയാം നമുക്ക്. പിന്നെ നിങ്ങളൊക്കെ വെള്ളം ചേർക്കാം, നമുക്കിഷ്ടം പോലെ വെള്ളം ചേർക്കാം. ഓരോരുത്തർക്കും അവരവരുടെ എന്താ പറയുക യോഗ്യതയ്ക്കനുസരിച്ച് വെള്ളം ചേർക്കാം. അത് അനുവദിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ വേദങ്ങൾ അനുവദിച്ചതാണെന്ന് ഞാൻ രാവിലെ സൂചിപ്പിച്ചു. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പരമമായിട്ടുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്കാണ് എക്സംഷൻസ് കൊടുത്തിരിക്കുന്നത്. അനുവാദം എന്ന് പറയുന്ന ഭാഗങ്ങൾ, വിധി, അനുവാദം, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആത്യന്തികമായിട്ടുള്ള ശാസനം, അത് അനുസരിക്കേണ്ടതാണ് എന്നുള്ള ഡിക്റ്റം അല്ലെങ്കിൽ ഡിക്റ്റേഷൻ ആചാര്യന്മാരുടെ, ശാസ്ത്രങ്ങളുടെ നിർബന്ധമായിട്ടുള്ള വിധിയാണത്. പക്ഷേ അത് എല്ലാവർക്കും സാധ്യമല്ലാത്തത് കൊണ്ട് അനധികാരികളായിട്ടുള്ള ആളുകൾക്ക് അഥവാ പക്വതയില്ലാത്തതായിട്ടുള്ള ആളുകൾക്ക് പല കാര്യങ്ങളിലും എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. അവരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി. അവർക്ക് യോഗ്യതയായി കഴിയുമ്പോൾ അവർക്കും ഈ വിധി ബാധകമാവും. വിധി എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ പക്വതയായിട്ടില്ലാത്തവർക്ക് ഇപ്പോൾ സാധ്യമല്ല. കൊച്ചുകുട്ടികളോട് വലിയവർക്ക് പറയുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. കൊച്ചുകുട്ടികൾക്ക് കളർഫുള്ളായിട്ടുള്ള പുസ്തകങ്ങൾ, ചിത്രങ്ങളൊക്കെ ഉള്ള പുസ്തകങ്ങൾ, അതിൽ കഥകളിലൂടെ, പാട്ടുകളിലൂടെ അല്ലേ പല രീതിയിൽ പാഠം പഠിപ്പിച്ചു കൊടുക്കുക. വലുതാവുമ്പോൾ ചിത്രങ്ങൾ കുറച്ച് കൊണ്ടുവരാം, കളറ് കുറച്ച് കൊണ്ടുവരാം, വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാര്യം പറയാം. അതും ചുരുക്കി സൂത്രവാക്യങ്ങളിലൂടെ കാര്യം പറയാം. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രായമുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ശാസ്ത്രങ്ങളും നമ്മളെ ഉപദേശിക്കുന്നത്. ശാസ്ത്രങ്ങൾ ഉപദേശിച്ചിട്ടുള്ള ഗുരുക്കന്മാർക്ക് ലോക സ്വഭാവം അറിയുന്നവരാണ്, അവർ സർവജ്ഞരാണ്. അതുകൊണ്ട് എല്ലാവരോടും ദയ കാണിച്ചിരിക്കുകയാണ്. കരുണ കൊണ്ട് അവർ സ്വയം വിട്ടുവീഴ്ച ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഉൾക്കൊള്ളുക. നമുക്ക് 20-ാം അധ്യായത്തിലേക്ക് കടക്കാം. മഹാബലിയുടെ മറുപടിയാണ് ഇവിടെ മുഖ്യമായിട്ട് ആദ്യ ഭാഗത്ത് വരുന്നത്. അത് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ അഷ്ടമസ്കന്ധേ 20-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ബലിരേവം ഗൃഹപതിഃ കുലാചാര്യേണ ഭാഷിതഃ തൂഷ്ണീം ഭൂത്വാ ക്ഷണം രാജൻ ഉവാച അവഹിതോ ഗുരും. ശ്രീശുക ഉവാച. ബലിരേവം ഗൃഹപതിഃ കുലാചാര്യേണ ഭാഷിതഃ തൂഷ്ണീം ഭൂത്വാ ക്ഷണം രാജൻ ഉവാച അവഹിതോ ഗുരും. ഹേ രാജൻ, കുലാചാര്യേണ ഏവം ഭാഷിതഃ ഗൃഹപതിഃ ബലിഃ ക്ഷണം തൂഷ്ണീം ഭൂത്വാ അവഹിതഃ ഗുരും ഉവാച. അപ്പോ ശുകബ്രഹ്മർഷി തുടർന്നാണ്. അല്ലയോ രാജാവേ, ഹേ രാജൻ, കുലാചാര്യേണ ഏവം ഭാഷിതഃ, കുലാചാര്യനായ ശുക്രാചാര്യരാൽ ഇപ്രകാരം പറയപ്പെട്ടവനായ ഗൃഹപതിഃ ബലിഃ. ഗൃഹപതി ഇപ്പൊ അവിടെയുള്ളതിൽ പതി, യജമാനൻ, അസുരന്മാരുടെ മുഴുവൻ അധിപൻ, അസുരാധിപൻ, 3 ലോകങ്ങളുടെയും ആധിപത്യം വാഴുന്നവൻ,
ഇപ്പോ യാഗത്തിന്റെ യജമാനനായിരിക്കുന്നവൻ, അതുകൊണ്ട് ഗൃഹപതി എന്ന പ്രയോഗം, യജമാനൻ എന്നുള്ള അർത്ഥത്തില്. അപ്പൊ ഗൃഹപതിയായ മഹാബലി ക്ഷണം തൂഷ്ണീം ഭൂത്വ, ക്ഷണനേരം മിണ്ടാതിരുന്നു. എന്നിട്ട് അവഹിത ഗുരും ഉവാച. അവഹിത എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് വിചാരപരവശനായിട്ട്, ചിന്താമഗ്നനായിട്ട്, കാരണം ഗുരുവിനെ എതിർത്ത് ആദ്യമായിട്ട് സംസാരിക്കുകയായിരിക്കാം. അപ്പോ ക്ഷണം തൂഷ്ണീം ഭൂത്വ എന്ന് പറഞ്ഞാൽ അല്പനേരം മിണ്ടാതെ തന്നെ ഇരുന്ന് എന്താ വേണ്ടെന്ന് ആലോചിച്ചിട്ട്. ഗുരുവാണ് തന്നോട് ഇതെല്ലാം പറഞ്ഞത്. ആ ഗുരുവിനോട് ഇതുവരെ മറുപടി പറഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ട് ഒന്നും പറയാനിട്ട് നാവ് പൊങ്ങുന്നുമില്ല. എന്നാൽ ഉള്ളില് പറയാൻ ഒരുപാട് കാര്യങ്ങള്, ന്യായങ്ങള് ഉണ്ട് താനും. അപ്പൊ ഇത് രണ്ടിന്റെയും തമ്മിലുള്ള ഒരു ഡൈലമ്മ ആണ് മഹാബലി അനുഭവിക്കുന്നത്. ഗുരുവിനോടുള്ള ഒരു നിന്ദ, അങ്ങനെ എല്ലാവരും കരുതുള്ളൂ. ഗുരു ഉപദേശിച്ച കാര്യങ്ങളെ ശിരസാ വഹിക്കുകയാണ്, ചോദ്യം ചെയ്യാതെ ശിരസാ വഹിക്കുകയാണ് ഉത്തമന്മാരായിട്ടുള്ള ശിഷ്യന്മാര് ചെയ്യേണ്ടത്. അപ്പൊ തന്റെ കുലാചാര്യനാണ്, തന്നെ മാത്രമല്ല തന്റെ പൂർവീകരെയൊക്കെ ഉപദേശിച്ചിട്ടുള്ള ആളാണ്. വിരോചനന്റെ ഗുരുവായിരുന്നു, പ്രഹ്ലാദന്റെ ഗുരുവായിരുന്നു, ഹിരണ്യകശിപുവിന്റെ ഗുരുവായിരുന്നു. ഇങ്ങനെ ദൈത്യന്മാരുടെ വംശത്തിന്റെ മുഴുവൻ ഗുരുവാണ്. അപ്പൊ താൻ ആ തലമുറയിൽ എത്രാമത്തെയോ ആളാണ്. ഹിരണ്യകശിപു എന്ന് തുടങ്ങിയാൽ തന്നെ ഹിരണ്യകശിപു, പ്രഹ്ലാദൻ, വിരോചനൻ 4ാമത്തെ തലമുറയാണ്. അപ്പോ ഗുരുവൃദ്ധനാണ് തന്നെ സംബന്ധിച്ച്. തന്റെ പൂർവീകന്മാരൊക്കെ അദ്ദേഹത്തെ അനുസരിച്ചേ ശീലമുള്ളൂ. അങ്ങനെയുള്ള താൻ, വെറും ശിശുവായ താൻ, അദ്ദേഹത്തിന്റെ മുമ്പില് അറിവില്ലാത്ത താൻ, അറിവിന്റെ മഹാസമുദ്രമായിട്ടുള്ള ഗുരുവിനോട് എങ്ങനെ മറുപടി പറയും എന്നുള്ള ശങ്ക ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് കുറച്ചു നേരം തൂഷ്ണീം ഭൂത്വ മിണ്ടാതിരുന്നിട്ട് അവഹിത ഗുരും ഉവാച, അവഹിതനായി അഥവാ വിചാരപരനായിരുന്ന് അല്ലെങ്കിൽ വിനയത്തോടെ ഗുരുവിനോട് ഇപ്രകാരം പറഞ്ഞു. ശിരസ് നമിച്ചുകൊണ്ടായിരിക്കണം, വിനയത്തോടു കൂടിയായിരിക്കണം, ശ്രദ്ധയോടെ ഗുരുവിനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറയാം. ബലിരുവാച സത്യം ഭഗവതാ പ്രോക്തം ധർമ്മോയം ഗൃഹമേദിനാം അർത്ഥം കാമം യശോ വൃത്തിം യോ ന ബാധേത കർഹിചിത്. ബലിരുവാച സത്യം ഭഗവതാ പ്രോക്തം ധർമ്മോയം ഗൃഹമേദിനാം അർത്ഥം കാമം യശോ വൃത്തിം യോ ന ബാധേത കർഹിചിത്. ഇവിടെ മഹാബലി മറുപടി പറയുന്നു, ഭഗവതാ പ്രോക്തം സത്യം, അങ്ങയാൽ പറയപ്പെട്ടത് സത്യം തന്നെയാണ്. ആർക്ക്? അയം ഗൃഹമേദിനാം ധർമ്മ, ഇത് ഗൃഹസ്ഥാശ്രമികളുടെ ധർമ്മമാണ്. അപ്പോ അങ്ങയുടെ ഉപദേശങ്ങളൊക്കെ ആർക്കുള്ളതാണ്? ഈ പറഞ്ഞതെല്ലാം ഗൃഹസ്ഥാശ്രമികൾക്കുള്ള ധർമ്മമാണ്. സർവസ്വവും ത്യജിക്കാൻ തയ്യാറുള്ള ഒരാളോടുള്ള ഉപദേശമല്ല, സന്യസിക്കാൻ പോകുന്ന ഒരാളോടുള്ള ഉപദേശമല്ല. പരമപുരുഷാർത്ഥത്തെ അന്വേഷിക്കാൻ തുടങ്ങുന്ന സത്യാന്വേഷിയായ ഒരു യഥാർത്ഥ ജിജ്ഞാസു, അയാൾക്കുള്ള ഉപദേശമല്ല ഇത്. ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന ആളുകൾക്കുള്ള ധർമ്മമാണ് അങ്ങ് ഉപദേശിച്ചത്. ആ തലത്തിൽ അങ്ങ് പറഞ്ഞത് സത്യം തന്നെ. അയം ഗൃഹമേദിനാം ധർമ്മ, എന്താണ്? അർത്ഥം കാമം യശഃ വൃത്തിം കർഹിചിത് ന ബാധേത യഹ. ഏതൊന്നാണോ, ഏതൊരു ധർമ്മത്തെക്കുറിച്ചാണ് അങ്ങ് പറഞ്ഞത്? അർത്ഥം ധനം, കാമം അവന്റെ സുഖഭോഗങ്ങള്, യശസ് അവന്റെ കീർത്തി, വൃത്തി അവന്റെ ഉപജീവനം, അവന്റെ നിലനിൽപ്പ്, അതിനെ കർഹിച്ചിട്ട് ന ബാധേത, ഒരിക്കലും ബാധിക്കാൻ പാടില്ല. ബാധിക്കാത്തതാണ് ചെയ്യേണ്ടത്. നിന്റെ നിലനിൽപ്പ് നോക്കിയിട്ട്, നിന്റെ ധർമ്മം നോക്കിയിട്ട്, നിന്റെ കർത്തവ്യങ്ങൾ നോക്കി, നിന്റെ ഉത്തരവാദിത്വങ്ങൾ നോക്കി
അത് തുടർന്ന് കൊണ്ടുപോകാനുള്ളതായിട്ടുള്ള സൗകര്യം നോക്കിയിട്ട് വേണം. നിന്റെ ധനത്തിനോ നിന്റെ ആഗ്രഹങ്ങൾക്കോ നിന്റെ കീർത്തിക്കോ യാതൊരു ബാധയും കൂടാത്ത രീതിയിൽ വേണം നീ ചെയ്യാൻ, പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞുല്ലോ. ഇത് വാസ്തവത്തില് ഗൃഹസ്ഥാശ്രമികൾക്കുള്ള ഉപദേശമാണ്, അവരുടെ ധർമ്മമാണ്. അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ്. ആ തലത്തിൽ ഞാൻ അതിനെ അംഗീകരിക്കുന്നു. അപ്പൊ താനിവിടെ ആ പട്ടികയിൽ പെടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ പോകുന്നത്. താൻ വെറും ഒരു ഗൃഹസ്ഥാശ്രമിയല്ല. തനിക്കിപ്പോ അങ്ങനെ എന്നും ഗൃഹസ്ഥാശ്രമിയായിട്ടിരിക്കണം എന്നുള്ള ആഗ്രഹമില്ല എന്നുള്ള മട്ടില് ഇനി പറയാൻ പോകുന്നു. സചാഹം വിത്തലോഭേന പ്രത്യാചക്ഷേ കഥം ദ്വിജം പ്രതിശ്രുത്യ ദദാമീതി പ്രഹ്ലാദിഃ കിതവോ യദാ. സചാഹം വിത്തലോഭേന പ്രത്യാചക്ഷേ കഥം ദ്വിജം പ്രതിശ്രുത്യ ദദാമീതി പ്രഹ്ലാദിഃ കിതവോ യദാ. അപ്പോ സഹച അഹം, ഈ ഞാൻ, അങ്ങനെയുള്ള ഞാൻ ആരാണ്? ഞാൻ പ്രഹ്ലാദിയാണ്, പ്രഹ്ലാദന്റെ പൗത്രനാണ്, പ്രഹ്ലാദന്റെ വംശജാതനാണ്. എന്റെ മുത്തശ്ശൻ പ്രഹ്ലാദൻ വളരെ ഭാഗവതോത്തമനാണ്, പേര് കേട്ട ആളാണ്. അദ്ദേഹത്തിന്റെ പൗത്രനായിട്ടുള്ള ഞാൻ സഹ അഹം കിതവഹ യഥാ പറഞ്ഞിട്ട്, കിതവൻ എന്ന് പറഞ്ഞാൽ കൈതവമുള്ളവൻ, കളവുള്ളവൻ, വഞ്ചനയുള്ളവൻ എന്നൊക്കെ അർത്ഥമാണ്. കൈതവം വഞ്ചനയാണ്. അപ്പോൾ മറ്റുള്ളവരെ വഞ്ചിക്കുന്നവൻ, ചതിക്കുന്നവനൊക്കെയാണ് കിതവൻ, ഒരു കള്ളൻ. അപ്പൊ ഒരു വഞ്ചകനെ പോലെ ദദാതി ഇതി പ്രതിശ്രുത്യ, ദദാമി ഞാൻ നൽകാം, ഇതി പ്രതിശ്രുത്യ ഇങ്ങനെ വാക്ക് കൊടുത്തിട്ട്, വിത്തലോഭേന ദ്വിജം കഥം പ്രത്യാചക്ഷേ. വിത്തലോഭേന, വിത്തത്തിലുള്ള ലോഭം കൊണ്ട്, ധനത്തിലുള്ള ആശ കൊണ്ട് ഈ വന്നിരിക്കുന്ന ദ്വിജനോട് കഥം പ്രത്യാചക്ഷേ, എങ്ങനെ ഞാൻ നിരാകരിക്കും, മറുപടി പറയും, അദ്ദേഹത്തെ മറുത്തു പറയും, തരില്ല എന്ന് അദ്ദേഹത്തിനോട് പ്രതികൂലമായിട്ട് എങ്ങനെ ഞാൻ മറുപടി പറയും? ഒരിക്കൽ ഞാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോ വാക്ക് കൊടുത്തിട്ടുള്ള ഞാൻ ദദാമീതി പ്രതിശ്രുത്യ കിതവോ യഥാ, ഒരു കള്ളനെ പോലെ, വഞ്ചകനെ പോലെ, ഒരു ധർമ്മമേ ഇല്ലാത്ത ഒരാളെ പോലെ എങ്ങനെ ഞാൻ അദ്ദേഹത്തോട്, ഒരു ബ്രാഹ്മണനോട്, ദ്വിജനോട് കഥം പ്രത്യാചക്ഷ, ഇല്ല എന്ന് എങ്ങനെ പറയും? അപ്പൊ എന്റെ മുത്തശ്ശനായ പ്രഹ്ലാദന് പേരുദോഷം ഉണ്ടാക്കുകയല്ലേ ഞാൻ ചെയ്യുന്നത്? അപ്പൊ കീർത്തിക്ക് കേടല്ലേ? അപ്പോ അന്ന് സത്കീർത്തി, കുലമഹിമ ഒക്കെ പറഞ്ഞുല്ലോ. അതൊക്കെ ബാധിക്കാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ. ഇവിടെ കീർത്തി ബാധിക്കപ്പെടുന്നു. ഞാൻ ആദ്യമേ നുണ പറയുന്നതോടുകൂടി എന്റെ മാത്രമല്ല, എന്റെ കുലത്തിന്റെ, എന്റെ മുത്തശ്ശന്റെ ഒക്കെ പേരിന് ദോഷം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് കീർത്തി നശിക്കുന്നു, കുലമഹിമ അതോടുകൂടി തീരുന്നു. എന്നോടുകൂടി കുലം നശിക്കുകയാണ്. പിന്നെ നുണയന്മാരുടെ കുലമായി മാറും എനിക്ക് ശേഷം. ഇതുവരെയുള്ള ആളുകള് മോശക്കാരായിരുന്നില്ല. അതിൽ പ്രഹ്ലാദൻ വളരെ കേമനായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവും അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതൃവ്യനും അനുജൻ ഹിരണ്യാക്ഷനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുത്രനായ വിരോചനനും ആരും മോശക്കാരായിരുന്നില്ല. അപ്പൊ ഞാനായിട്ട് ഈ കുലത്തിന് കളങ്കം ഉണ്ടാക്കാൻ പോണ്, ഈ കുലത്തിന്റെ മഹിമയെയും ഞാൻ ഇല്ലാതെയാക്കും. അതെങ്ങനെ എന്നെ കൊണ്ട് സാധിക്കും? വിത്തലോഭം കൊണ്ട്, ധനം ലോഭിച്ചുകൊണ്ട്. അപ്പൊ എനിക്ക് ചേരുന്നതാണോ? എന്റെ ഈ വംശത്തിന് ചേരുന്നതാണോ? എന്റെ സത്കീർത്തിക്ക് ചേരുന്നതാണോ? അപ്പൊ എന്തായാലും ഞാൻ കൊടുക്കാതിരുന്നാൽ, ഇനിയും ഞാൻ പിന്മാറിക്കഴിഞ്ഞാൽ എന്റെ കീർത്തി നശിക്കും. അതെനിക്ക് സമ്മതമല്ല. എന്റെ കീർത്തി നശിക്കുന്നതോ എന്റെ കുലത്തിന്റെ പേര് നശിക്കുന്നതോ എനിക്കിഷ്ടമല്ല. നഹി അസത്യാത് പരോ അധർമ്മ ഇതിഹോവാച ഭൂരിയം സർവം സോടുമലം മന്യേ ഹൃദയളീകപരം നരം. നഹ്യസത്യാത് പരോ അധർമ്മ ഇതിഹോവാച ഭൂരിയം സർവം സോടും അലം മന്യേ ഹൃദയളീകപരം നരം. എന്ത് കിട്ടുന്നില്ല എന്നാണ്? നെറ്റിന്റെ പ്രശ്നമാണോ? അപ്പോ മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ മഹാബലി തന്റെ ആ
രജോ ഗുണം, ക്ഷത്രിയ സ്വഭാവം, അത് നല്ലതുപോലെ പ്രകടിപ്പിച്ചു. ഒരു ക്ഷത്രിയൻ, അദ്ദേഹത്തിന് മാനമാണ് ഏറ്റവും വലുത്. ക്ഷത്രിയന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ധനം എന്ന് പറയുന്നത് മാനം. നമ്മുടെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, തൃപ്പൂണിത്തുറ കൊച്ചി രാജവംശത്തിന്റെ അവരുടെ മോട്ടോ, അവരുടെ രാജവംശത്തിന്റെ ചിഹ്നത്തില് എഴുതി വെച്ചിട്ടുണ്ട്, മാനോസ്മത് കുലദൈവതം. എന്താണ്? മാനോസ്മത് കുലദൈവതം. മാനമാണ് ഞങ്ങളുടെ കുലദേവത. അപ്പൊ മാനത്തിന് വേണ്ടി ഞങ്ങള് ജീവത്യാഗം ചെയ്യാനും മടിക്കില്ല. ഭഗവാൻ ഗീതയിലും അർജുനനോട് ഒരുപാട് മാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സംഭാവിതസ്യ ചാകീർത്തി മരണാദതിരിച്യത്തെ. ഒരിക്കൽ എന്താ പറയുക, മറ്റുള്ളവരാൽ ബഹുമാനിതനായി തീർന്നിട്ട് പിന്നെ അവൻ അകീർത്തിക്ക് പാത്രമായി തീർന്നാൽ അതവൻ മരിക്കുന്നതിനേക്കാൾ കഷ്ടമാണ്. മരണം അതിനേക്കാൾ ഭേദമായിട്ട് തോന്നും അവന്. അതുകൊണ്ട് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് മാനം ഏറ്റവും പ്രധാനമാണ്. ഇവിടെ ഇദ്ദേഹം ആ ക്ഷത്രിയ സ്വഭാവം പ്രകടിപ്പിച്ചു. വെറും ഒരു ഗൃഹസ്ഥാശ്രമിയല്ല, ഞാൻ ദീനനായിട്ടുള്ള ദരിദ്രനായിട്ടുള്ള ഒരാളല്ല, ഞാനൊരു വീരനായിട്ടുള്ള ക്ഷത്രിയനാണ്, രജോ ഗുണസമ്പന്ന. അപ്പൊ രജോ ഗുണത്തിന്റെയും പ്രകടനമാണത്. എന്തായാലും അത് പ്രകടിപ്പിച്ചു. തുടർന്ന് മറ്റൊരു ന്യായം പറയുന്നു. നഹി അസത്യാത് പരോ അധർമ്മഃ ഇതിഹ ഉവാച ഭൂരിയം. ഇയം ഭൂഹു ഉവാച. ഈ ഭൂമി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭൂമിയുടെ വചനങ്ങള് പലയിടത്തുനിന്നും ഇദ്ദേഹം കേട്ടിട്ടുണ്ട്. പല ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലും ഒക്കെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താ ഭൂമി പറയുന്നത്? നഹി അസത്യാത് പരോ അധർമ്മഃ. അസത്യത്തെക്കാൾ പരമമായിട്ടുള്ള ഒരു അധർമ്മം വേറെയില്ല എന്ന് ഈ ഭൂമി പറഞ്ഞിട്ടുണ്ട്. ആ ഭൂമിയുടെ വാക്കുകള് തുടർന്ന് അടുത്ത വരിയും പറയുന്നു. സർവം സോടും അലം മന്യേ ഋതേ അളീകപരം നരം. ഭൂമിയുടെ വാക്കുകളാണ്. അഹം സർവം സോടും അലം ഇതി മന്യേ. ബാക്കിയെല്ലാം സഹിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. സോടും എന്നാൽ സഹിക്കുവാൻ എന്നുള്ള സഹധാതുവിന്റെ രൂപമാണ്. വഹുധാതുവിന്റെ രൂപം വോടും എന്ന് വരും. വഹിക്കുവാൻ എന്നതുപോലെ ഇവിടെ സഹധാതുവിന്റെ രൂപാന്തരം സോടും. അപ്പോ സർവം സോടും അലം മന്യേ. ബാക്കി എന്ത് തെറ്റുകളും അപരാധങ്ങളും ഞാൻ ക്ഷമിക്കും. ആരാ പറയണ? ഭൂമി. എനിക്ക് വഹിക്കാൻ കഴിയും. അത്രയുള്ള അധർമ്മികളെയൊക്കെ എനിക്ക് ചുമക്കാൻ ഭാരമല്ല. പക്ഷേ അളീകപരം നരം ഹൃദേ. അളീകപരൻ, അളീകം എന്ന് പറഞ്ഞാൽ വഞ്ചന തന്നെയാണ്, കളവ് തന്നെയാണ്. അസത്യം ചെയ്യുന്നവൻ, അസത്യം പ്രവർത്തിക്കുന്നവൻ. അപ്പൊ അസത്യ തൽപരനായിരിക്കുന്ന ഒരു നരനെ ഒഴികെ എല്ലാം സഹിക്കാനായിക്കൊണ്ട്, ഏത് ഭാരവും വഹിക്കാനായിക്കൊണ്ട് എന്നെ കൊണ്ട് സാധിക്കും. പക്ഷെ ഒരു അസത്യവാദിയെ എനിക്ക് സഹിക്കാൻ, എനിക്ക് ചുമക്കാനാവില്ല. അതെനിക്ക് വലിയ ഭാരമായി തീരും. അപ്പൊ ഭൂമിക്ക് ഭാരമായി തീരും ആരെങ്കിലും അസത്യം പറഞ്ഞാൽ. അസത്യവാദികളെ ഭൂമി സഹിക്കുകയില്ല. ഭൂമി താഴ്ന്നു പോകും. അപ്പൊ ആളുകൾ അസത്യം പറയാൻ തുടങ്ങിയാലോ ഈ ഭൂമിയുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. ഭൂമി താണ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും അസത്യം പറയുന്നത് കൊണ്ട് അല്ലെ? ഭൂരിപക്ഷവും അസത്യം പറയുന്നവരാണ്. സത്യം പറയുന്നവര് ഇപ്പോ കണ്ടുകിട്ടാൻ പ്രയാസമായിരിക്കുന്നു. കലിയുഗം, കലികാലം. അപ്പൊ അളീകപരം നരം ഹൃദേ അഹം സർവം സോടും അലം ഇതി മന്യേ. നുണയന്മാരായിട്ടുള്ള അസത്യവാദികളായിട്ടുള്ള ആളുകളെ ഒഴിച്ച് ബാക്കി ആരെയും, ഏത് അപരാധികളെയും എനിക്ക് സഹിക്കാൻ പ്രയാസമില്ല. പക്ഷെ നുണയന്മാരെ എനിക്ക് ചുമക്കാൻ വയ്യേ എന്ന് ഭൂമി പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിഹ ഉവാച ഇയം ഭൂരിയം. അപ്പൊ അസത്യത്തെക്കാൾ പരമമായിട്ടുള്ള അധർമ്മമില്ല എന്ന് ഭൂമിയുടെ വചനം കോട്ട് ചെയ്യണം. ആരാ? മഹാബലി. അതുകൊണ്ട് ഗുരുനാഥൻ പറഞ്ഞില്ലേ, അസത്യമൊക്കെ അത്യാവശ്യമാവാമെന്ന്. അത് എനിക്ക് സമ്മതമല്ല. ഞാൻ ഇത് ഇങ്ങനൊരു പ്രമാണം കേട്ടിട്ടുണ്ട്, അതിലാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോ തന്റെ സ്റ്റാൻഡ് ഗുരുവിന്റെ മുമ്പില് വെളിപ്പെടുത്തുകയാണ്. നാഹം ബിബേമി നിറയാത് നാധന്യാത് അസുഖാർണവാത്
ന സ്ഥാനച്യവനാത് മൃത്യോഹോ യഥാ വിപ്രപ്രലംബനാത് നാഹം ബിബേമി നിരയാത് നാദന്യാത് അസുഖാർണവാത് ന സ്ഥാനച്യവനാത് മൃത്യോഹോ യഥാ വിപ്രപ്രലംബനാത് ന അഹം ബിബേമി അഹം ന ബിബേമി ഞാൻ ഭയപ്പെടുന്നില്ല. എന്തിനേ ഭയപ്പെടുന്നില്ല? നിരയാത് ന ബിബേമി നിരയം എന്ന് പറഞ്ഞാൽ നരകം. അപ്പൊ നരകത്തിൽ നിന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. അധന്യാത് അധന്യാത് എന്ന് പറഞ്ഞാൽ ധന്യത ഇല്ലാത്ത ദാരിദ്ര്യം, ധനമില്ലാത്ത അവസ്ഥയാണ് അധന്യത എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. അപ്പൊ ദാരിദ്ര്യം എല്ലാം നഷ്ടപ്പെട്ട് ഞാനൊരു പിച്ചക്കാരനായാൽ പോലും, തെരുവിൽ നിൽക്കേണ്ടി വന്നാൽ പോലും, ആരോടെങ്കിലും എരക്കേണ്ടി വന്നാൽ പോലും അതും എനിക്ക് ഭയമില്ല. അധന്യാത് ന ബിബേമി. ഇനി അസുഖാർണവാത് ദുഃഖ സമുദ്രത്തിൽ നിന്ന്, അസുഖമാകുന്ന ദുഃഖമാകുന്ന സമുദ്രത്തിൽ നിന്ന് എനിക്ക് ഭയമില്ല. സ്ഥാനച്യവനാത് എന്റെ സ്ഥാനം നശിച്ചാലും സ്ഥാനം നഷ്ടപ്പെട്ടാലും ഞാൻ ഭയപ്പെടുന്നില്ല. മൃത്യോഹോ മരണത്തിൽ നിന്ന് പോലും ഞാൻ ഭയപ്പെടുന്നില്ല. മരണത്തെ പോലും എനിക്ക് ഭയമില്ല. അപ്പൊ ധീരനാണ് ആള്. ഏതിൽ നിന്ന് ഞാൻ ഭയപ്പെടുന്നു? വിപ്രപ്രലംബനാത് യഥാ. വിപ്രപ്രലംബനാത് എന്ന് പറഞ്ഞാൽ വിപ്രനെ വഞ്ചിക്കുക, പ്രലംബനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വാക്ക് കൊടുത്ത് വിശ്വസിപ്പിച്ച് ചതിക്കുക, വിശ്വാസ വഞ്ചന ചെയ്യുക, അതാണ് പ്രലംബനം. അപ്പൊ ബ്രാഹ്മണനോട് വാക്കുകൊടുത്ത് അയാളെ ചതിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു അപരാധം അതെനിക്ക് വല്ലാത്ത ഭയത്തെ ഉണ്ടാക്കുന്നു. എനിക്കത് സഹിക്കാനാവുന്നതല്ല. ബ്രാഹ്മണനെ വഞ്ചിക്കുക എന്നുള്ളത് എനിക്ക് സഹിക്കാനാവില്ല. ബാക്കി ഏത് ദുഃഖം വേണമെങ്കിൽ ഞാൻ സഹിക്കാം. നരകത്തിൽ വേണമെങ്കിൽ പോകാം, ദരിദ്രനാവാം, അസുഖ സമുദ്രത്തിൽ പതിക്കാം. സ്ഥാനച്യവനം എനിക്ക് പ്രശ്നമല്ല. മൃത്യുവിനെ പോലും ഞാൻ ഭയപ്പെടുന്നില്ല. പക്ഷേ ബ്രാഹ്മണനെ വഞ്ചിക്കാൻ എനിക്ക് ഭയമാകുന്നു. കാരണം ബ്രഹ്മദണ്ഡം എന്നുള്ളത് വലിയൊരു അപരാധമാണ്, ബ്രഹ്മഹത്യ തന്നെയാണ്. വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മഹത്യ തന്നെയാണ്. അപ്പൊ ബ്രാഹ്മണപ്രിയനാണ് അദ്ദേഹം, അതുകൊണ്ട് അദ്ദേഹത്തിനത് സഹിക്കാനാവുന്നില്ല. ബ്രഹ്മണ്യനാണ് മഹാബലി, അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ബ്രഹ്മണ്യത എന്നാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളില് അറിവിന്റെ ദാഹമുണ്ട്. ഒരു സത്യാന്വേഷിയാണ് ആള്. അദ്ദേഹത്തിന് ഇന്നുവരെ ഗുരുക്കന്മാരൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഉള്ളില് ആ ബ്രാഹ്മണരോടുള്ള ബഹുമാനം എന്ന് പറഞ്ഞാൽ അറിവിനോടുള്ള ദാഹമാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം ഉള്ളവനാണ്, ഏറ്റവും അധികം അറിവുള്ളവനാണ്, സർവജ്ഞന്മാരാണ്. ആ സർവജ്ഞന്മാരോടുള്ള ബഹുമാനം എന്ന് പറഞ്ഞാൽ തനിക്ക് അറിവിനോടുള്ള ബഹുമാനമാണ്. അതാണ് ഭാരത സംസ്കാരം. ഭാസിൽ രതിയുള്ള ആളുകളാണ് ഇവരൊക്കെ. അറിവിൽ രമിക്കുന്നവർ, ഗുരുത്വം ഉള്ളവർ, അറിവിൽ താല്പര്യമുള്ളവരൊന്നും ഗുരുക്കന്മാരെ, അറിവുള്ളവരെ നിന്ദിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ബ്രാഹ്മണനെ വഞ്ചിക്കുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. ഞാൻ സത്യസന്ധനാണ് ആ വിഷയത്തിൽ. അപ്പൊ തന്റെ സത്യസന്ധത വ്യക്തമാക്കുകയാണ് മഹാബലി ചെയ്യുന്നത്. നാഹം ബിബേമി നിരയാത് നാധന്യാത് അസുഖാർണവാത് ന സ്ഥാനച്യവനാത് മൃത്യോഹോ യഥാ വിപ്രപ്രലംബനാത് യദ്ധാസ്യതി ലോകേസ്മിൻ സംപരേദം ധനാധികം തസ്യ ത്യാഗേ നിമിത്തം കിം വിപ്രസ്തുഷ്യേന്ന തേന ചേത്. യദ്ധാസ്യതി ലോകേസ്മിൻ സംപരേദം ധനാധികം തസ്യ ത്യാഗേ നിമിത്തം കിം വിപ്രസ്തുഷ്യേന്ന തേന ചേത്. അപ്പോ മഹാബലി വളരെ ദീർഘമായി ചിന്തിക്കുന്ന ആളാണ്. അദ്ദേഹം പരമധർമ്മത്തെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഈ ലോകത്തിലുള്ള എത്ര തന്നെ ധനം നമ്മൾ സമ്പാദിച്ചാലും എല്ലാം ഈ ലോകത്തിൽ ഉപേക്ഷിച്ചു പോകാനുള്ളതാണ്. മരണസമയത്ത് ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നതല്ല, പരലോകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. അപ്പൊ പിന്നെ
അതിന്റെ ത്യാഗം, നിസ്സാരമായിരിക്കുന്ന ഈ വസ്തുക്കളുടെ ത്യാഗം, അത് എത്രമാത്രം നിസ്സാരമായിട്ടുള്ളതാണ്. ആ ത്യാഗം കൊണ്ട് ബ്രാഹ്മണനെ സന്തോഷിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ത്യജിച്ചിട്ട് എന്തിനാണ്? അപ്പൊ അതാണ് ഇവിടെ ചോദ്യം. യത് യത് ധനാധികം സമ്പരേതം അസ്മിൻ ലോകേ ഹാസ്യതി. യത് യത് ധനാധികം, ഏതേത് ധനാദി വസ്തുക്കൾ, ധനം മുതലായിട്ടുള്ള എന്തൊക്കെയുണ്ടോ, ബന്ധുക്കളുണ്ടോ, സ്ഥാനമാനങ്ങളുണ്ടോ, സൗന്ദര്യമുണ്ടോ, എന്ത് തന്നെ ഉണ്ടെങ്കിലും എല്ലാം തന്നെ സമ്പരേതം. സമ്പരേതം എന്ന് പറഞ്ഞാൽ സമ്യക് പരേതം, ഈ ലോകം വിട്ടു പോകുന്നവനെ, മരിച്ചവനെ അസ്മിൻ ലോകേ ഹാസ്യതി, ഈ ലോകത്തിൽ ഉപേക്ഷിക്കുന്നു. അപ്പൊ ധനാധിക കാര്യങ്ങളെ ഒന്നും അവന് പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള പെർമിറ്റ് ഇല്ല. വെറും കയ്യോടെ വന്നോളാനാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? നഗ്നനായി വന്നോളാൻ. ഈ ശരീരം പോലും കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം ഉപേക്ഷിച്ച് സൂക്ഷ്മ ശരീരവുമായിട്ടാണ് പരലോകത്തേക്ക് പോവുക. സ്ഥൂല ശരീരത്തിൽ അവിടെ പ്രവേശനമില്ല. സ്ഥൂല ശരീരത്തോട് ബന്ധപ്പെട്ട ഈ ലോകത്തിലെ ഒരു വസ്തുവിനും അവിടെ പ്രവേശനമില്ല. ഈ ലോകത്തുനിന്ന് ഒരു കടുകുമണി പോലും, ഒരു തരി മണ്ണ് പോലും കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ ഇരിക്കെ തേന, അതുകൊണ്ട് തന്നെ ആ ധനം കൊണ്ട് വിപ്രഹ ന തുഷ്യേത് ചെയ്ത്, ഈ ധനം വിപ്രാദികൾക്ക് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാനുള്ളതാണ്. അപ്പോ ആ ധനത്തെ ഞാൻ കെട്ടിപ്പിടിച്ച് നിർത്തിട്ട് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണൻ സന്തോഷിച്ചില്ല എങ്കിൽ, ആ ബ്രാഹ്മണനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തസ്യ ത്യാഗേ കിം നിമിത്തം. ഇനി ആ ഇതുകൊണ്ട്, ഇതിന്റെ ത്യാഗം കൊണ്ട്, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്കൊക്കെ ദാനം ചെയ്തിട്ടോ, അല്ലെങ്കിൽ അതിനെ വേറെ ഏതെങ്കിലും രീതിയിൽ ത്യാഗം ചെയ്തിട്ടോ ഈ ബ്രാഹ്മണന് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആർക്ക് കൊടുക്കാനാണ്? അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? കിം നിമിത്തം, എന്തിനാ ഭയപ്പെടേണ്ടത്? അപ്പോ ബ്രാഹ്മണന് സന്തോഷത്തിന് ഉപകരിക്കാത്തതായിട്ടുള്ള ദാനം നിഷ്ഫലമായാൽ പിന്നെ കൊടുക്കുന്നതിലൊരർത്ഥവുമില്ല. അതുകൊണ്ട് അദ്ദേഹം സന്തോഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വാക്ക് കൊടുത്തത് പ്രകാരം അദ്ദേഹത്തിന് അളന്നു കൊടുക്കാനുള്ള, അദ്ദേഹം തന്നെ അളന്നെടുക്കുന്ന ഭൂമിയെ ഞാൻ കൊടുത്തേ പറ്റൂ, അതിൽ വാക്കൊന്നും മാറ്റിയിട്ട് ഞാൻ എന്റെ സ്കെയിൽ കൊണ്ട് അളക്കും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ യാതൊരു മാറ്റവും വരുത്താൻ സാധ്യമല്ല. ഇപ്പൊ ബ്രാഹ്മണനെ സന്തോഷിക്കാത്ത വേറെ ഏത് കോമ്പൻസേഷനും ശരിയാവില്ല. അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അത് കൊടുക്കുക തന്നെ വേണം. അത് കൊടുക്കാതെ വേറെ എന്ത് ത്യജിച്ചിട്ടും ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ഞാൻ റെഡിയാണ് ബ്രാഹ്മണന് അദ്ദേഹത്തിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാനായിക്കൊണ്ട്. കാരണം ഇവിടെ ഉള്ളതൊക്കെ വെറും കൈയോടെ ഇട്ടിട്ട് പോകാനുള്ളതാണ്. നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങൾ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കുള്ള ഉപദേശമാണ്, എല്ലാവർക്കുള്ള പാരമാർത്ഥികമായിട്ടുള്ള ഉപദേശമാണ് ഇവിടെ മഹാബലി തരുന്നത്. എപ്പോ വേണമെങ്കിൽ നമ്മുടെ മരണം സംഭവിക്കാം, അടുത്ത നിമിഷം സംഭവിക്കാം. അപ്പൊ കെട്ടിപ്പിടിച്ചിരുന്ന അതിന്റെ പേരിൽ അസത്യങ്ങളും വഞ്ചനകളും കള്ളത്തരങ്ങളും നാട്ടുകാരുടെ മുഴുവൻ ശാപങ്ങളും ഏറ്റുവാങ്ങിയിട്ട് എന്ത് കാര്യം? എല്ലാവരുടെയും ശാപവും വാങ്ങിച്ചിട്ട് അടുത്ത നിമിഷം മരിച്ചും പോയി പരലോകത്ത് പോകുമ്പോൾ ആ പാപം മുഴുവൻ അനുഭവിക്കാം. ഈ ലോകത്ത് കീർത്തിയും പോയി, എല്ലാവരുടെ ശാപവും വാങ്ങിച്ചു, പരലോകത്ത് ചെന്ന് നരകങ്ങളും അനുഭവിക്കാം. എന്തിനാ വെറുതെ? അപ്പോ മറ്റൊരാൾക്ക് വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞാൽ അത് അയാളുടെ മുതലാണ്. പിന്നെ അതിനെ വഞ്ചിച്ച് തിരിച്ചെടുക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞില്ല എന്നൊന്നും പറഞ്ഞ് വാക്ക് മാറ്റിയിട്ട് അതിനെ വേറെ ഏതെങ്കിലും രീതിയിൽ വഞ്ചിക്കുന്നത് അന്യായമാണ്. അതാണ് യദ്യദ്ഹാസ്യതി ലോകേസ്മിൻ സമ്പരേതം ധനാധികം തസ്യ ത്യാഗേ നിമിത്തം കിം വിപ്രസ്തുഷ്യേന്ന തേന ചേത് ശ്രേയഃ കുർവന്തി ഭൂതാനാം സാധവോ ദുസ്ത്യജാസുഭിഃ ദദ്യംസി വിപ്രഭൃതയഃ കോ വികൽപോ ധരാദിഷു. ശ്രേയഃ കുർവന്തി ഭൂതാനാം സാധവോ ദുസ്ത്യജാസുഭിഃ ദദ്യംസി വിപ്രഭൃതയഃ കോ വികൽപോ ധരാദിഷു. ഞാൻ രാവിലെ പറഞ്ഞ ആളുകൾ ഉദാഹരണമായി പറഞ്ഞു. ദദീജി, ശിബി മുതലായവർ, അവരെ ദൃഷ്ടാന്തം ആക്കിക്കൊണ്ട് പറയുന്നു. സാധവഃ ദദ്യംസി വിപ്രഭൃതയഃ,
സാധുക്കൾ, പരന്മാർക്ക് വേണ്ടി ത്യാഗം ചെയ്തവർ. പരകാര്യം സാധ്നോതി ഇത് സാധു. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്ത് ജീവിച്ച യശശരീരരായി തീർന്ന ആ ദധീജി, ശിബി, അതാണ് ദദ്യങ് എന്നുള്ളത്. ദധീജി, ശിബി മുതലായവരായിട്ടുള്ളവർ, പ്രഭൃതയ എന്ന് പറഞ്ഞാൽ മുതലായവർ, പ്രമുഖരായവർ, അവരെ പോലെയുള്ള ദാനശീലന്മാർ. ദുസ്ത്യജ അസുഭിഹി ഭൂതാനാം ശ്രേയഃ കുർവന്തി. ത്യജിക്കാൻ പ്രയാസമേറിയതാണ് ഓരോരുത്തർക്കും അവരവരുടെ പ്രാണൻ. ആരെങ്കിലും അവനവന്റെ പ്രാണനെ ത്യജിക്കാൻ തയ്യാറാവുമോ? പ്രാണനെ പോലും ത്യജിച്ചുകൊണ്ട് ഭൂതാനാം ശ്രേയഃ കുർവന്തി, മറ്റുള്ളവർക്ക് ശ്രേയസ്സിനെ ചെയ്യുന്നവരാണ് ഇതുപോലെയുള്ള ആളുകൾ. അപ്പൊ സ്വന്തം പ്രാണനെ പോലും ഉപേക്ഷിക്കാൻ അവർ തയ്യാറാവുന്നു. ധരാദിഷു കഹ വികൽപ. അപ്പൊ പിന്നെ ഈ നിസാരമായിരിക്കുന്ന ഭൂമി മുതലായതില് എന്തിന് സംശയം? ഞാൻ എന്തിനാ ഈ നിസ്സാരമായിട്ടുള്ള ഭൂമിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ പ്രാണൻ ചോദിച്ചിട്ടില്ലല്ലോ. ദധീജിയും ശിബിയും ഒക്കെ പ്രാണനെ കൊടുക്കാൻ തയ്യാറായവരാണ്. ആ കൂട്ടത്തിലൊന്നും ഞാൻ വരില്ല. അവരെ പോലെ അത്രയും വലിയ സാധുവൊന്നും അല്ല ഞാൻ. പക്ഷെ എങ്കിലും മോശക്കാരനാവരുത് പ്രഹ്ലാദന്റെ പൗത്രൻ. അപ്പൊ എന്റെ പ്രാണനെ ചോദിച്ചിട്ടില്ല, വെറും ഭൂമിയെ ചോദിച്ചിട്ടുള്ളൂ. അത് കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ്. അത് കൊടുത്തിട്ട് എന്ത് സംഭവിച്ചാലും സംഭവിക്കട്ടെ. അപ്പൊ സംശയമില്ല, ഭൂമി കൊടുക്കാൻ എനിക്ക് മടിയില്ല. ദദ്യം ശിവിപ്രവൃതയ കോ വികൽപ്പോ ധരാദിഷു. ധരാ ആദിഷു എന്ന് വെച്ചാൽ ഭൂമി മുതലായത് കൊടുക്കുന്നതിൽ എന്തിനാ ശങ്കിക്കുന്നത്? യൈര്യംബു ബുഭുജേ ബ്രഹ്മൻ ദൈത്യേന്ദ്രൈർ അനിവർത്തിഭിഃ തേഷാം കാലോഗ്രസീത് ലോകാൻ ന യശോധിഗതം ഭുവി. യൈര്യംബുഭുജേ ബ്രഹ്മൻ ദൈത്യേന്ദ്രൈർ അനിവർത്തിഭിഃ തേഷാം കാലോഗ്രസീത് ലോകാൻ ന യശോധിഗതം ഭുവി. അപ്പൊ ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണോത്തമനായ ശുക്രാചാര്യരെ. ബ്രാഹ്മണോത്തമ എന്നുള്ളത് ശുക്രാചാര്യരെ സംബോധന ചെയ്യാണ്. യൈഹി ഇയം ബുഭുജേ. യൈഹി ഏതാളുകളാലാണോ ഇയം എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ ഭൂമി, ബുഭുജയെ അനുഭവിച്ചത്, ഭൂമിയെ അനുഭവിച്ച രാജാക്കന്മാര്. അവരെങ്ങനെയുള്ളവര്? ദൈത്യേന്ദ്രൈഹി, എന്റെ പൂർവികരായ ദൈത്യേന്ദ്രന്മാര്. അവരെങ്ങനെയുള്ളവരാണ്? അനിവർത്തിഭിഹി, അവർ യുദ്ധത്തില് മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടേക്ക് വെക്കാത്തവരാണ്, വിനിവർത്തിക്കാത്തവരാണ്. നിവർത്തിക്കാത്തവർ, പിന്തിരിയാത്തവർ എന്നർത്ഥം. രണ്ടർത്ഥത്തില് ഇതിനെ പറയാം. പരലോകം പ്രാപിച്ച് ഇനിയിപ്പോ വരാൻ പോകുന്നില്ല, ആ അർത്ഥത്തിലും അവര് മടങ്ങി വരാത്ത അവര് എന്ത് നേടിയിട്ട് പോയി എന്നൊരു ചോദ്യമാവാം. ഇവിടെ പ്രധാന അർത്ഥം എന്താണ്? യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാതെ എന്റെ പൂർവികരായ ദൈത്യേന്ദ്രന്മാർ ഈ ഭൂമിയൊക്കെ അനുഭവിച്ചു. പരാക്രമികളായിട്ട് അവരിതൊക്കെ നേടി. പക്ഷേ എന്നിട്ട് അവരെന്ത് കൊണ്ടുപോയി? അതാണ് തേഷാം കാലോ അഗ്രസീത് ലോകാൻ. തേഷാം ലോകാൻ കാലഹ അഗ്രസീത്. അവരുടെ ലോകങ്ങളെ അവർ നേടിയെടുത്തതായിട്ടുള്ള ഭൗതിക നേട്ടങ്ങളെയൊക്കെ കാലഹ അഗ്രസീത്, കാലം ഗ്രസിച്ചെടുത്തു. കാലത്തിന്റെ വായിൽപ്പെട്ടു അവർ സമ്പാദിച്ചതൊക്കെ അവിടെ പോയി. എന്നാൽ അവരുടെ യശസ്സുണ്ടല്ലോ, ഭുവി അധിഗതം യശഃ നാഗ്രസീത്. അവരുടെ യശസ് ഭൂമിയിൽ എല്ലായിടത്തും വ്യാപിച്ചിരുന്നത് എവിടെയും പോയില്ല. അപ്പൊ യശസ്സിനാണ് പ്രാധാന്യം, ഭൗതിക വസ്തുക്കൾക്കല്ല. യശസ്സിന് വേണ്ടി, മാനത്തിന് വേണ്ടി ഭൗതികങ്ങളെ ത്യജിക്കുന്നവനാണ് ധീരൻ. അവനാണ് രാജാവ്, ക്ഷത്രിയൻ. അതുകൊണ്ട് യശസ്സിന് വേണ്ടി ഞാനും എന്തും ത്യജിക്കാൻ തയ്യാറാണ്. അതാണ് ഇവിടെ സൂചന. യൈര്യംബുഭുജേ ബ്രഹ്മൻ ദൈത്യേന്ദ്രൈർ അനിവർത്തിഭിഃ തേഷാം കാലോഗ്രസീത് ലോകാൻ നയശോ അധിഗതം ഭുവി. അപ്പോ ഇതിന്റെയൊക്കെ പിന്നില് ഭഗവാൻ പ്രയോഗിച്ച മനഃശാസ്ത്രവും ഉണ്ട്. എന്താണ് ഭഗവാൻ പ്രയോഗിച്ച മനഃശാസ്ത്രം? മഹാബലിയെ കൂടുതൽ കൂടുതൽ മാനിയാക്കി മാറ്റി, അഭിമാനിയാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ പൂർവികരുടെ പരാക്രമങ്ങളെ, മഹത്വത്തെയൊക്കെ പറഞ്ഞ്, യശസ്സിനെ കുറിച്ച് പറഞ്ഞ്, മഹാബലിയുടെയും യശസ്സിനെ കുറിച്ച് പ്രശംസിച്ച് നല്ലതുപോലെ പ്രശംസിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതിലെന്തെങ്കിലും കറ വീണാൽ അത് സഹിക്കാൻ പറ്റില്ല. ആ രീതിയിൽ
ഭഗവാൻ വേണ്ടത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരിക്കലും പിന്തിരിയാനാവില്ല ആർക്ക്? മഹാബലിക്ക്. സുലഭായുധി വിപ്രർഷേ ഹ്യനിവൃത്താസ്തനുത്യജഃ ന തദാ തീർത്ഥ ആയാതേ ശ്രദ്ധയായേ ധനത്യജഃ. സുലഭായുധി വിപ്രർഷേ ഹ്യനിവൃത്താസ്തനുത്യജഃ ന തദാ തീർത്ഥ ആയാതേ ശ്രദ്ധയായേ ധനത്യജഃ. ഇനി വീരന്മാരുണ്ട് ഒരുപാട് പേര് യുദ്ധഭൂമിയിൽ പിന്തിരിയാതെ ദേഹത്യാഗം ചെയ്യുന്നവര്. പക്ഷെ അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അവർ ദേഹത്യാഗം ചെയ്തത്? ധനത്തിന് വേണ്ടിയിട്ട്. ശരീരം ഉപേക്ഷിച്ചു, യുദ്ധത്തിൽ ജയിച്ച് ഭൂമിയൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അവരിലും വെച്ച് വലിയ ത്യാഗികളാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഭൂമിയെ ദാനം ചെയ്യുന്നവര്. ഭൂമിക്ക് വേണ്ടി അവിവേകം കൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നവര് വീരന്മാർ തന്നെയാണ്. എന്നാൽ സമ്പാദിച്ച ഭൂമിയെ ദാനം ചെയ്യാൻ മടിയില്ലാത്തവർ അതിലും വലിയ മഹാത്മാക്കളാണ്, അതിലും ത്യാഗികളാണ്. ഇപ്പൊ ത്യാഗികളാണ്. പ്രാണനെ പോലും പണയം വെച്ച് നേടിയ ധനത്തെ ത്യജിക്കുന്നവർ അതിലും വലിയ ത്യാഗികളാണ്. ഇതാണ് ഒരു കമ്പാരിസൺ ആണ് ഇവിടെ. അപ്പോ ഹേ വിപ്രർഷേ, അല്ലയോ ശുക്രാചാര്യരാകുന്ന ബ്രാഹ്മണോത്തമ ഋഷിതുല്യനായ മഹാത്മാവേ, യുധി അനിവൃത്താഹ തനുത്യജഃ സുലഭാഹ. യുദ്ധത്തില് അനിവൃത്താഹ പിന്തിരിയാത്തവരായിട്ടുള്ള, തനുത്യജഃ തനുവിനെ ശരീരത്തെ ത്യജിച്ചവർ സുലഭാഹ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അവരുടെ മോഹം, ധനമോഹം കൊണ്ടാണ് അവര് അവിവേകം കൊണ്ട് ശരീരത്തെ ത്യജിക്കുന്നത്. ശരീരത്യാഗം ചെയ്തു ധനത്തിന് വേണ്ടി. എന്നാൽ തീർത്ഥേ ആയാതെ ശ്രദ്ധയാ യേ ധനത്യജഃ തേ ന തദാ സുലഭാഹ. തീർത്ഥേ ആയാതെ എന്ന് പറയുമ്പോ ആ തീർത്ഥം എന്നുള്ളതിന് സൽ മുഹൂർത്തം, സൽ ക്ഷേത്രം, അഥവാ എന്താ പറയുക, ദേശം, കാലം, ഇതൊക്കെ തീർത്ഥങ്ങളാണ്. നല്ല ദേശത്തിൽ തീർത്ഥ സ്ഥാനങ്ങളിൽ ദാനം ചെയ്യുക, നല്ല മുഹൂർത്തങ്ങൾ, തീർത്ഥമുഹൂർത്തങ്ങൾ അവിടെ ദാനം ചെയ്യുക. ഇനി നല്ല ഉത്തമ പാത്രം വരുന്നത് ഒരു തീർത്ഥമാണ്. ദേശം, കാലം, പാത്രം, ഇത് മൂന്നും തീർത്ഥം. ഇവിടെ ഇപ്പോ തീർത്ഥമാണ്. എല്ലാം കൊണ്ടും ഏറ്റവും യോഗ്യനായിട്ടുള്ളൊരു ബ്രഹ്മ തേജസ്സോടുകൂടിയ ഒരാളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ തീർത്ഥേ ആയാതേ സതി ശ്രദ്ധയാ യേ ധനത്യജഃ. ശ്രദ്ധയോടെ, ഭക്തിയോടെ, കരുതലോടെ ആരാണോ ധനത്തെ ത്യാഗം ചെയ്യുന്നത്, ശ്രദ്ധയാദേയം എന്നുള്ള ധർമ്മത്തെ അനുഷ്ഠിക്കുന്നത്, തേ ന തദാ സുലഭാഹ. ഇക്കൂട്ടര് അത്ര സുലഭരല്ല. ഏതുപോലെ പ്രാണത്യാഗം ചെയ്യുന്ന, യുദ്ധത്തിൽ ദേഹത്യാഗം ചെയ്യുന്നവര് ധാരാളം ഉണ്ടാവും. പക്ഷേ അങ്ങനെ റിസ്ക് എടുത്ത് സമ്പാദിച്ച ധനത്തെ അർഹിക്കുന്ന പാത്രങ്ങൾക്ക് ദാനം ചെയ്യുന്നവർ വളരെ വിരളമാണ്. അപ്പൊ ഞാൻ അക്കൂട്ടത്തിൽ പെടുന്ന ആളാണ്. ഇതുപോലൊരാൾക്ക് ഇതുപോലൊരു യാഗത്തിൽ വെച്ച് ദാനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതും വാക്കു കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നം ഇല്ല. ഈ ദാനത്തിന് ഞാൻ വലിയ മഹത്വം കാണുന്നു. അത് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ത്യാഗമാണ് ഈ ധനത്യാഗം. അതിന് ഞാൻ സന്നദ്ധനാണ്. അപ്പൊ ധനത്തിനും ഉപരിയാണ് എനിക്ക് യശസ് എന്നുകൂടെ അവിടെ സൂചന. മനസ്വിന കാരുണികസ്യ ശോഭനം തദ്യദർത്തികാമോപനയേന ദുർഗതി കുതഃ പുനർബ്രഹ്മവിദാം ഭവാദൃശാം തതോ വടോരസ്യ ദദാമി വഞ്ചിതം. മനസ്വിന കാരുണികസ്യ ശോഭനം യദർത്തികാമോപനയേന ദുർഗതി കുതഃ പുനർബ്രഹ്മവിദാം ഭവാദൃശാം തതോ വടോരസ്യ ദദാമി വാഞ്ചിതം. ഇനി പറയുന്നു, മനസ്വിനഃ കാരുണികസ്യ ശോഭനം. ധീരന്മാർക്കും കരുണയുള്ളവർക്കും അത് ഭൂഷണമാകുന്നു. ഏത് അർത്തികാമോപനയേന ദുർഗതി. ഏതെന്നാണോ അർത്തികാമ ഉപനയേന,
അർത്ഥികാമം എന്ന് പറഞ്ഞാൽ തന്റെ മുമ്പിൽ അർത്ഥിച്ചു വന്ന ആളുടെ കാമം, അദ്ദേഹത്തിന്റെ കാമത്തെ ഉപനയിക്കുക എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കുക, സാധിച്ചു കൊടുക്കുക. അപ്പൊ തന്റെ മുമ്പിൽ വന്ന അർത്ഥിയുടെ കാമത്തെ പൂർത്തീകരിച്ചു കൊടുക്കുന്നതിലൂടെ തനിക്ക് ദുർഗതി വന്നു ചേർന്നാലും ദാരിദ്ര്യം വന്നാലും തത് മനസ്വിനഃ കാരുണികസ്യ മമ ഭൂഷണമേവ. മനസ്വി എന്ന് പറഞ്ഞാൽ ധീരൻ, മനസ്സിനെ ദൃഢപ്പെടുത്തിയിരിക്കുന്നവൻ, നല്ല നിശ്ചയദാർഢ്യമുള്ളവൻ, വിൽ പവറുള്ളവൻ, ധീരൻ, കാരുണികൻ, മറ്റുള്ളവരോട് കരുണയുള്ളവൻ. അപ്പോൾ ധീരനാണ്, അതേസമയം കരുണയുള്ളവനുമായിട്ടുള്ള ഒരാൾക്ക്, തന്റെ മുമ്പിൽ അർത്ഥിച്ചു വന്ന ഒരാൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിലൂടെ തനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായി അല്ലെങ്കിൽ തനിക്ക് ദാരിദ്ര്യം വന്നു എന്ന് തന്നെ വിചാരിച്ചാലും ആ ദാരിദ്ര്യം ശോഭനമാകുന്നു, അതെനിക്ക് ഭൂഷണമാകുന്നു, അതിനെക്കുറിച്ച് ഞാൻ വറി ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ കുതഹ എന്നുള്ളത് ഇവിടെ കിമു എന്നുള്ള അർത്ഥത്തിൽ തന്നെ കൈമുതിക ന്യായേന ചോദിക്കണം. കിമു വക്തവ്യം, പിന്നെ പറയണോ എന്ത്? കുതഃപുനഃ എന്ന് പറഞ്ഞത് കിമു പുനഃ ബ്രഹ്മവിദാം ഭവാദൃശാം. അങ്ങയെ പോലെയുള്ള ബ്രഹ്മവിത്തുക്കളായ അങ്ങയെ പോലെയുള്ള മഹാത്മാക്കൾക്ക് എന്തെങ്കിലും ദാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്താ അതുകൊണ്ട് സങ്കടം? അങ്ങയെ പോലെയുള്ള ഒരാൾ തന്നെയാണ് ഇതാ ഈ വടു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തതഃ അസ്യ വടോഹോ വാഞ്ചിതം ദദാമി. അങ്ങയെ പോലെ തന്നെ യോഗ്യനായിട്ടുള്ള ഒരു വടുവാണ് ഈ വന്നിരിക്കുന്നത്, ഈ ബ്രഹ്മചാരി. അദ്ദേഹത്തിന്റെ വാഞ്ചിതത്തെ ഞാൻ കൊടുക്കും. അപ്പൊ നിങ്ങളെ പോലെയുള്ള യോഗ്യന്മാരായിട്ടുള്ള പാത്രങ്ങളെ കിട്ടാൻ തന്നെ ഭാഗ്യം ചെയ്യണം. അങ്ങനെയുള്ള നിങ്ങൾക്ക് ദാനം ചെയ്തിട്ട് എന്റെ സർവസ്വം നശിച്ചു എന്ന് വിചാരിച്ചാലും ഞാൻ അതിനെ ദുഃഖമായിട്ട് കരുതുന്നില്ല, ശോഭനമായിട്ടെടുക്കുന്നു, എനിക്ക് ഭൂഷണമായിട്ടെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങയെ പോലെയുള്ള ഒരു മഹാത്മാവായ ബ്രാഹ്മണന് ദാനം ചെയ്യാനായിട്ട് ഇച്ഛിക്കുന്നു. എനിക്കതിൽ യാതൊരു സങ്കോചവുമില്ല. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ഭൂഷണം തന്നെ. ഇപ്പൊ കൈമുതിക ന്യായത്തിലൂടെ പറയണം, ആര് വന്ന് എന്ത് ചോദിച്ചാലും കൊടുക്കുമ്പോൾ ധീരന്മാർ അതുകൊണ്ട് നഷ്ടം കരുതുന്നില്ല. അവർക്ക് അതുകൊണ്ട് കഷ്ടമുണ്ടായാലും അതവര് കാര്യമാക്കുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങളെ പോലെയുള്ള മഹാത്മാക്കൾക്ക് കൊടുത്താൽ എന്താ? അതുകൊണ്ട് എന്ത് നഷ്ടം ഉണ്ടായാൽ എന്താ? അതുകൊണ്ട് കിട്ടുന്ന അനുഗ്രഹം എനിക്ക് ഏറ്റവും വലുതാണ് എന്ന് ഉറപ്പിച്ചു പറയണം. മനസ്വിന കാരുണികസ്യ ശോഭനം യദർത്തികാമോപനയേന ദുർഗതി കുതഃ പുനർ ബ്രഹ്മവിദാം ഭവാദൃശാം തതോ വടോരസ്യ ദദാമി വാഞ്ചിതം. അപ്പൊ ദാരിദ്ര്യ ദുഃഖം എനിക്കൊരു പ്രശ്നമല്ല, സർവസ്വവും പോയാലും എനിക്ക് പ്രശ്നമല്ല എന്ന്, അത് ഉത്തമമായിട്ടുള്ള ഒരു പാത്രത്തിലേക്കാണല്ലോ ഞാൻ കൊടുക്കുന്നത് എന്നുള്ള നിറവ്, ധന്യത എനിക്കുണ്ട്. യജന്തി യജ്ഞക്രതുഭിർ യമാദൃതാഃ ഭവന്ത ആമുനായ വിധാനകോവിദാഃ നയേവ വിഷ്ണുർവരദോസ്തു വാ പരോ ദാസ്യാമ്യമുഷ്മൈ ക്ഷിതിമിപ്സിതാം മുനേ. യജന്തി യജ്ഞക്രതുഭിർ യമാദൃതാഃ ഭവന്ത ആമ്നായ വിധാനകോവിദാഃ സയേവ വിഷ്ണുർവരദോസ്തു വാ പരോ ദാസ്യാമ്യമുഷ്മൈ ക്ഷിതിമിപ്സിതാം മുനേ. ഇനി എല്ലാ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ആരെ തൃപ്തിപ്പെടുത്താനാണോ? ആ വിഷ്ണു അല്ലെ, യജ്ഞോ വൈ വിഷ്ണു. നിങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാരായിട്ടുള്ള പുരോഹിതന്മാരൊക്കെ യാഗയജ്ഞങ്ങളിലൂടെ ആരെയാണോ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആ വിഷ്ണുവാണ് മുമ്പിൽ വന്നിരിക്കുന്നത് എന്നല്ലേ അങ്ങ് പറയുന്നത്. അപ്പൊ പിന്നെ വിഷ്ണുവിനാണല്ലോ കൊടുക്കേണ്ടത്. വിഷ്ണുവിന് കൊടുക്കാതെ പിന്നെ എന്ത് യജ്ഞം? അതുകൊണ്ടും അങ്ങ് പറഞ്ഞത് എനിക്ക് സമ്മതമല്ല. ഞാൻ വിഷ്ണുവിന് കൊടുക്കാൻ സന്നദ്ധനാണ്. കാരണം നമ്മുടെ യാഗങ്ങള് യജ്ഞങ്ങളൊക്കെ വിഷ്ണു പ്രീതിക്ക് വേണ്ടിയാണ്. യജ്ഞസ്വരൂപനാണ് വിഷ്ണു. അപ്പൊ അതാണ് യജന്തി യജ്ഞക്രതുഭിഹി യം ആദൃതാഃ ഭവന്തഃ. ഭവന്തഃ
ഭവാനെ പോലെയുള്ളവർ, പണ്ഡിതന്മാർ, ആദൃതാഹ, ആദരവോട് കൂടിയിട്ട് നിങ്ങൾ എങ്ങനെയുള്ളവരാണ്? ആമനായ വിധാന കോവിതാഹ, ആമനായ വിധാനത്തിൽ കോവിതന്മാരാണ്. ആമനായം വേദശാസ്ത്രങ്ങൾ, അതിന്റെ വിധാനം, അതിന്റെ പ്രവൃത്തി, അതിന്റെ കർമാനുഷ്ഠാന പദ്ധതികൾ. അപ്പൊ വൈദികങ്ങളായ കർമാനുഷ്ഠാന പദ്ധതികളിൽ കോവിതന്മാരായ അതിസമർത്ഥന്മാരായ നിങ്ങളെ പോലെയുള്ളവര് ആദരവോടുകൂടി യജ്ഞക്രതുഭിഹി യം യജന്തി, യജ്ഞങ്ങളാലും ക്രതുക്കളാലും ഏതൊരുവനെ യജിക്കുന്നുവോ അങ്ങനെയുള്ള സ വിഷ്ണു ഏവ, ആ വിഷ്ണു തന്നെയാണ് വരദഃ വാ പരഃ വാസ്തു, അവനിനിപ്പോ എന്നിൽ പ്രസാദിച്ച് വരം തരട്ടെ അല്ലാതിരിക്കട്ടെ. വരദഃ വാ പരഃ, പരഃ എന്ന് പറഞ്ഞ ഇവിടെ എതിരായിക്കോട്ടെ ശത്രുവായിക്കോട്ടെ, വേണമെങ്കിൽ എനിക്ക് വരം തരട്ടെ അല്ലെങ്കിൽ എന്നെ ഉപദ്രവിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. വരദഃ വാ പരഃ അസ്തു, എന്ത് രീതിയിലാണെങ്കിലും ഹേ മുനേ, അല്ലയോ ശുക്രമുനേ, അമുഷ്മൈ ഈപ്സിതാം ക്ഷിതിം ദാസ്യാമി, അമുഷ്മൈ അദ്ദേഹത്തിനായിക്കൊണ്ട്, ഈപ്സിതാം ക്ഷിതിം അദ്ദേഹം ആഗ്രഹിച്ച ഭൂമിയെ, ദാസ്യാമി ഞാൻ കൊടുക്കും, ഞാൻ ദാനം ചെയ്യും. കാരണം നിങ്ങളൊക്കെ ഏതൊരു വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ട് വലിയ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്നത്, ആ വിഷ്ണുവാണ് ഇവിടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്ന് അങ്ങ് സൂചിപ്പിച്ചു. ഇനി അദ്ദേഹം എനിക്ക് അനുകൂലമായിക്കോട്ടെ പ്രതികൂലമായിക്കോട്ടെ, അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചോട്ടെ നിഗ്രഹിച്ചോട്ടെ, അതെനിക്ക് പ്രശ്നമല്ല. ഞാൻ കൊടുക്കാനുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ആവശ്യമുള്ളതായിട്ടുള്ള ഭൂമിയെ ഈപ്സിതാം ക്ഷിതിം അഹം ദാസ്യാമി, ഞാൻ ദാനം ചെയ്യും. ഇപ്പൊ വിഷ്ണുവിനാണ് കൊടുക്കേണ്ടത് എന്നല്ലേ എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത്. ആ വിഷ്ണു തന്നെ വന്നിരിക്കുമ്പോൾ കൊടുക്കില്ല എന്ന് വാക്ക് മാറ്റാൻ ഞാൻ തയ്യാറല്ല. യദപ്യസൗ അധർമേണ മാം ബധ്നിയാത് അനാഗസം തദാപ്യേനം നഹിംസിഷ്യേ ഭീതം ബ്രഹ്മതനും റിപും. യദപി അസൗ അധർമേണ മാം ബധ്നിയാദനാഗസം തദാപ്യേനം നഹിംസിഷ്യേ ഭീതം ബ്രഹ്മതനും റിപും. യദപി അസൗ അധർമേണ മാം ബധ്നിയാത്, അസൗ എന്ന് പറഞ്ഞാൽ ഇവൻ, ആരാണ് ഇവൻ? വിഷ്ണു. മാം അധർമ്മേണ ബധ്നീയാദ് അഭി, അധർമ്മ മാർഗത്തിലൂടെ എന്നെ ബന്ധനസ്ഥനാക്കുന്നു എങ്കിലും ഞാൻ ആരാണ്? അനാഗസാണ്. അനാഗസം മാം, അനാഗസം എന്ന് പറഞ്ഞാൽ നിരപരാധിയായവനെ, അപരാധം ചെയ്യാത്തവനായ. ആഗസ് എന്ന് പറഞ്ഞാൽ അപരാധമാണ്, ആഗസ് ചെയ്യാത്തവൻ അനാഗസ്, അതിന്റെ ദ്വിതീയ വിഭക്തി ഏകവചനമാണ്. അനാഗസം, നിരപരാധിയെ. അപ്പൊ അനാഗസം മാം, നിരപരാധിയായ എന്നെ ഇവൻ അധർമ്മത്തിലൂടെ എന്നെ ബന്ധിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. യദപി, ഈവൺ ഇഫ് ഹി ബൈൻസ് മീ, അതാണ് ബധ്നാദി. തദാവി, അങ്ങനെയാണെങ്കിൽ പോലും ഏനം ന ഹിംസിഷ്യേ, ഏനം ഇവനെ അഹം ന ഹിംസിഷ്യേ, ഞാൻ ഉപദ്രവിക്കില്ല. കാരണം എന്താ? ഭീതം ബ്രഹ്മതനും റിപു, എന്റെ റിപുവാണെങ്കിൽ കൂടി, ശത്രുവാണെങ്കിൽ കൂടി ഭീതനായിട്ട് ഭയപ്പെട്ടിട്ട്, ബ്രഹ്മതനുവാണ്, ബ്രാഹ്മണ ശരീരം ധരിച്ചാ വന്നിരിക്കുന്നത്. അപ്പൊ ബ്രാഹ്മണ ശരീരം ധരിച്ച് ബ്രാഹ്മണ വേഷത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഹിംസിക്കാൻ പറ്റില്ല. എന്റെ ധർമ്മം, എന്റെ എന്താ പറയുക, എന്റെ പൂർവീകന്മാർ അനുഷ്ഠിച്ചിട്ടുള്ളതായിട്ടുള്ള മാർഗം, ബ്രഹ്മണ്യന്മാരായിരുന്നു എന്റെ പൂർവീകന്മാർ, ബ്രാഹ്മണപ്രിയന്മാരായിരുന്നു. എന്റെ അച്ഛൻ ഇന്ദ്രൻ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് ആയുസ്സിനെ ചോദിച്ചപ്പോൾ കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള വംശത്തിൽ ജനിച്ച ഞാൻ ഭീരുവായി വേഷം മാറി ബ്രാഹ്മണ വേഷത്തിൽ വന്നിരിക്കുന്ന വിഷ്ണുവിനെ ആക്രമിക്കാൻ തയ്യാറല്ല. അദ്ദേഹം എന്നെ ഉപദ്രവിച്ചോട്ടെ, ഞാൻ തിരിച്ച് ഹിംസിക്കാൻ തയ്യാറല്ല. യദപി അസൗ അധർമ്മേണ മാം ബധ്നീയാത് അനാഗസം തദാപ്യേനം ന ഹിംസിഷ്യേ ഭീതം ബ്രഹ്മതനും റിപും. ഏഷ വാ ഉത്തമ ശ്ലോകോ ന ജിഹാസതി യദ്യശഃ ഹത്വാ മൈനാം ഹരേദ്യുദ്ധേ ശയീത നിഹതോ മയാ.
ഏഷ വാ ഉത്തമ ശ്ലോകോ ന ജിഹാസതി യശഃ ഹത്വാ മൈനാം ഹരേത് യുദ്ധേ ശയീത നിഹതോ മയാ. ഇനി ഏഷവാ ഉത്തമ ശ്ലോക, ഏഷ ഉത്തമ ശ്ലോകോ വാ, ഇവൻ ഉത്തമനായ കീർത്തിയോടുകൂടിയവനാണെങ്കിൽ, അദ്ദേഹത്തിന്റെ കീർത്തി അല്ലെ കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ളതല്ല, യഥാർത്ഥ കീർത്തിയുള്ളവനാണെങ്കിൽ, കീർത്തിക്കാൻ യോഗ്യനായിട്ടുള്ള ആളാണെങ്കിൽ, ഉത്തമ ശ്ലോകനാണെങ്കിൽ, യശഃ ന ജിഹാസതി, സ്വന്തം യശസ്സിനെ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയില്ല. ഇതുവരെ കഷ്ടപ്പെട്ട് നേടിയതായിട്ടുള്ള യശസ്സൊന്നും കളയാൻ ഇവൻ ഉത്തമ ശ്ലോകനായതുകൊണ്ട് അവൻ അത് ത്യജിക്കാൻ ഇഷ്ടപ്പെടില്ല. അല്ലെ, കീർത്തിയെ ത്യജിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഇതുവരെ കീർത്തി സമ്പാദിച്ചിട്ടുള്ളവരൊന്നും. അപ്പൊ ആ കൂട്ടത്തില് വിഷ്ണുവും ഉത്തമ ശ്ലോകനാണ്. അദ്ദേഹം എന്താ പറയുക, കാപട്യം ചെയ്ത് എന്നെ വഞ്ചിച്ച് അദ്ദേഹത്തിന്റെ കീർത്തിയെ കളയുകയില്ല. തന്നെ പോലൊരു അഭിമാനിയാണ്, ദേഹാഭിമാനിയാണ് വിഷ്ണുവും എന്നാണ് മഹാബലി കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് യശസ്സും മാനവും അപമാനവും ഒക്കെ വേറെ വേറെ ഉണ്ട് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഭഗവാൻ മാനാപമാനങ്ങൾക്കെല്ലാം അതീതനാണ്. തന്റെ ധർമ്മം മാത്രമാണ്, അല്ലെങ്കിൽ തന്റെ കർത്തവ്യം മാത്രമാണ് ഭഗവാന് മുഖ്യം. അവിടെ പേര് പോയാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ശ്രീരാമ അവതാരത്തിലും പലപ്പോഴും ഭഗവാൻ യശസ്സിനെ ത്യജിച്ചിട്ടുണ്ട്. തനിക്ക് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതാണ് പരമമായിട്ടുള്ള ധർമ്മം. ആ പരമധർമ്മത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് അതിന്റെ പേരിൽ ആരെങ്കിലും തന്റെ യശസ്സിന് കളങ്കമേൽപ്പിച്ചാൽ, ആരെങ്കിലും വിഡ്ഢിത്തരം കൊണ്ട്, അവരുടെ അറിവില്ലായ്മ കൊണ്ട് തന്നെ ചീത്ത വിളിച്ചാലും തനിക്കത് പ്രശ്നമല്ല. ശ്രീകൃഷ്ണാവതാരത്തില് യശസ്സിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല. എന്ത് തോന്നിയ വാസവും ഭഗവാൻ കാണിക്കും. എന്തിനു വേണ്ടി? തന്റെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി. എന്താണ് ലക്ഷ്യം? ധർമ്മ സംസ്ഥാപനം. ഭഗവാന്റെ അവതാരം ധർമ്മ സംസ്ഥാപനത്തിനാണ്. അപ്പൊ അത് കാര്യം സാധിക്കാൻ വേണ്ടി എന്ത് ചീത്തപ്പേര് ആര് വിളിച്ചോട്ടെ, അല്ലെ? എന്തൊക്കെ ചീത്തപ്പേരാ അപ്പൊ കൃഷ്ണന് കിട്ടിയിട്ടുള്ളത്? ഇത്രയും ചീത്തപ്പേരുള്ള ഒരാളുണ്ടോ? ഭഗവാൻ അതൊക്കെ പുഞ്ചിരിയോടെ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ എന്നെ വിളിച്ചോളൂ, എനിക്കറിയാം ഞാൻ ആരാന്ന്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാ ഈ ലീലയൊക്കെ ചെയ്തതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ എന്നെ അറിയുന്നവർക്കും അറിയാം. അറിയാത്ത എല്ലാ മൂഢന്മാർക്കും അറിയിക്കാനായിട്ട് ഞാനിപ്പോ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. കാലം അറിയിച്ചോളും. ഇതാണ് ഭഗവാന്റെ മട്ട്. മഹാത്മാക്കളൊക്കെ അങ്ങനെ തന്നെ. അവരെ ആരെങ്കിലുമൊക്കെ ചീത്ത വിളിച്ചാൽ, ദുഷ്കീർത്തി പറഞ്ഞാൽ, അപവാദം പറഞ്ഞാൽ അതിനൊന്നും പ്രതികരിക്കാൻ പോവില്ല. ഓ അങ്ങനെയാണോ, ഓ ആയിക്കോട്ടെ, ഏറ്റെടുത്തു. അല്ലേ? ആരാന്റെ കുഞ്ഞിന്റെ പിതൃത്വം വരെ വേണമെങ്കിൽ ഇങ്ങനെയുള്ള ചില മഹാത്മാക്കളുടെ തലയിൽ കെട്ടിവെച്ച ചരിത്രങ്ങളുണ്ട്. ഓ അങ്ങനെയാണോ, ആയിക്കോട്ടെ. ആ കുഞ്ഞിനെ എടുത്ത് വളർത്തുന്ന മുനിമാര്, ഋഷിമാര്, സന്യാസിമാരുണ്ടായിട്ടുണ്ട്. തന്റേതല്ലാത്ത കുഞ്ഞുങ്ങളെ വരെ ഏറ്റു വളർത്തിയിട്ടുള്ളവർ. അതാണ് മഹാത്മാക്കളുടെ ലക്ഷണം. ഇവിടെ തന്നെ പോലൊരാളാണ് വിഷ്ണു എന്നാ കരുതിയിരിക്കണം. അതുകൊണ്ട് ഉത്തമ ശ്ലോകനായിട്ടുള്ള ഇയാളെ യശസ്സിനെ കളയാനൊന്നും മെനക്കെടില്ല. അതാണ് യത് യേശ ഉത്തമ ശ്ലോക യശഃ ന ജിഹാസതി. ഇനി മാ ഹത്വ ഏനാം ഹരേത്, മാം ഹത്വ എന്നെ ഹനിച്ചിട്ട് ഈ ഏനാം ഭൂമിം, ഈ ക്ഷിതിയെ ഭൂമിയെ ഹരേത് ഹരിക്കുമെങ്കിൽ, എന്നിൽ നിന്ന് എന്നെ ഉപദ്രവിച്ച് എന്നെ ഹനിച്ചിട്ട് കൊണ്ടുപോകുമെങ്കിൽ, യുദ്ധത്തിലാണെങ്കിൽ യുദ്ധേ മയാനിഹതഃ ശയീത, മയാനിഹതഃ എന്നാൽ കൊല്ലപ്പെട്ടവനായിട്ട് ശയീത യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കും. അപ്പൊ യുദ്ധത്തിൽ നേർക്ക് നേരെ എന്നോട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവനോട് യുദ്ധം ചെയ്ത് അവന്റെ പണി കഴിക്കും. ഇനി അവൻ ഉത്തമ ശ്ലോകനായതുകൊണ്ട് എന്നെ വഞ്ചിക്കില്ല, അവന്റെ യശസ്സിനെ കളയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ രണ്ടു തരത്തിലും മേൽക്കൈ എനിക്ക് തന്നെയാണ്. അവൻ എന്നെ വഞ്ചിക്കുകയാണെങ്കിലും അവന് കളങ്കമാണ്, അവന്റെ യശസ് പോയി കിട്ടും. അഥവാ വഞ്ചിക്കാതെ എന്നോട് നേരിട്ട് നേരെ യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിൽ അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അവൻ യുദ്ധത്തിൽ മരിച്ച് വീണ് കിടക്കുന്നത് നിങ്ങൾ കാണും. അതുകൊണ്ട് വരികയാണെങ്കിൽ നേരെ വരട്ടെ,
യുദ്ധത്തിനായി വരട്ടെ, പിടിച്ചെടുക്കാൻ വരട്ടെ. വഞ്ചനയിലൂടെയാണെങ്കിൽ അവന്റെ യശസ്സിന് കളങ്കമുണ്ടാകും. അപ്പൊ എനിക്കതുകൊണ്ട് ദോഷമൊന്നും ഇല്ല. ഇങ്ങനെ എല്ലാ ന്യായങ്ങൾക്കും മറുപടി കൊടുത്തു. തന്റെ പറയാനുള്ളതൊക്കെ പറഞ്ഞു ആര്? മഹാബലി. അപ്പോ എനിക്ക് സത്കീർത്തി ഉണ്ടാവും, വിഷ്ണുവിന് ദുഷ്കീർത്തി ഉണ്ടാവും. ഒരു ന്യായം, എന്നെ ഇവൻ ചതിക്കുകയാണെങ്കിൽ ഇനി ഞാൻ കൊടുത്തില്ലെങ്കിലോ, എന്നെ ഹനിച്ച് ഏതെങ്കിലും രീതിയിൽ ശാപം കൊണ്ടോ ആയുധം കൊണ്ടോ എന്നെ ഹനിച്ച് അയാൾ അപഹരിച്ചെടുത്താലോ, അപ്പോഴും എനിക്ക് പരാജയവും ദുഷ്കീർത്തിയും എന്തായാലും ഉറപ്പ്. ഇനി ഇത് വിഷ്ണുവല്ല എന്ന് വരികയാണെങ്കിൽ, വേറൊരു ശക്തിയില്ലാത്ത ഒരാളാണെങ്കിലോ, തീർച്ചയായിട്ടും എന്റെ കൈകൊണ്ട് അവന്റെ പണി കഴിക്കും. അപ്പോഴും യശസ് എനിക്ക് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടും ഈ കച്ചവടത്തില് എനിക്ക് തന്നെയാണ് ലാഭം എന്ന് ഞാൻ നിശ്ചയിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഭൂമി ദാനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദാനം ചെയ്യാനായിക്കൊണ്ട് മഹാബലി തയ്യാറാവുന്നു. ആ മഹാബലിയെ ശുക്രാചാര്യർ ശപിക്കുന്നതാണ് വരുന്ന ശ്ലോകങ്ങളിൽ പറയുന്നത്. അത് കഴിഞ്ഞ് മഹാബലിയെ പുഷ്പവൃഷ്ടി ചെയ്ത ദേവന്മാരും മറ്റുമൊക്കെ ഋഷികളുമൊക്കെ പ്രശംസിക്കുന്നു. കഴിഞ്ഞ് ഭഗവാന്റെ ത്രിവിക്രമ അവതാരം, വാമനൻ ത്രിവിക്രമനായി മാറുന്ന രംഗം നമുക്ക് നാളെ പകല് കാണാം. നാളെ 11 മണിക്ക് കാണാം. വളരെ മനോഹരമായിട്ടുള്ള രംഗങ്ങളാണ് വരാനിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞതും മഹാബലിയുടെ മഹത്വത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ധീരത, അദ്ദേഹത്തിന്റെ ആ സത്യസന്ധത, യശസ്സിനോടുള്ള അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ്. അവ ഏറ്റവും നല്ലൊരു ക്ഷത്രിയ വീരനാണ്, രാജാതിരാജനാണ്, ആ കുലമഹിമയെ കാത്തു സൂക്ഷിക്കുന്നവനാണ്, വാക്ക് പാലിക്കുന്ന സത്യസന്ധനാണ്, എല്ലാ നന്മകളും ഉള്ളതായിട്ടൊരു മഹാത്മാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനോടൊപ്പം പൂജിക്കാൻ യോഗ്യനുമാണ്. അതുകൊണ്ട് നമുക്ക് ഓണത്തിന് ഭഗവാനെ പൂജിക്കുമ്പോൾ, വാമന ഭഗവാനെ പൂജിപ്പിക്കുമ്പോൾ, വാമന ഭഗവാന്റെ അടുത്തിരുത്തിക്കൊണ്ട് മഹാബലിയെയും പൂജിക്കുന്നതിന് ഒരു വിരോധവുമില്ല. പക്ഷേ മുഖ്യത്വം മഹാബലിക്ക് കൊടുക്കുന്നത് നമ്മുടെ അറിവില്ലായ്മയാണ്. ആർക്കാണ് മുഖ്യത്വം കൊടുക്കേണ്ടത് എന്നുള്ള അറിവ് വേണം. ഈശ്വരന് മുഖ്യത്വം കൊടുത്തുകൊണ്ട്, ഭഗവാന് മുഖ്യത്വം കൊടുത്തുകൊണ്ട്, ഭഗവാനെ സേവിച്ച് ഭഗവാന്റെ യോഗ്യനായൊരു പാർഷദനായി ഭക്തനായി മഹാബലിയെ നമുക്ക് കാണാം. മഹിഷാസുരവധം ചെയ്തതിനു ശേഷം, അല്ലെങ്കിൽ മറ്റ് ശുംഭനിശുംഭ വധമൊക്കെ കഴിഞ്ഞിട്ട് ദേവി തന്നെ പറയുന്നുണ്ട്, എന്നെ പൂജിക്കുന്ന കൂട്ടത്തില് നിങ്ങൾ ഇവരെയും പൂജിക്കണം എന്ന്. മഹിഷാസുരനെയും ശുംഭനിശുംഭനെയൊക്കെ പൂജിക്കേണ്ടതാണ്. അപ്പോഴേ നമ്മുടെ ഉള്ളിലുള്ള രാഗദ്വേഷങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പോകുള്ളൂ. നമ്മൾ ശുദ്ധരാവണോ, നമുക്ക് ഉള്ളില് രാഗദ്വേഷങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അല്ലേ? നരസിംഹാവതാരം കഥ കേട്ടിട്ട് ഹിരണ്യകശിപുവിനോട് വല്ലാത്ത ദ്വേഷം നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിപ്പോഴും ചെളിക്കൊണ്ട് തന്നെയാണ്. നേരെമറിച്ച് ഹിരണ്യകശിപുവിന് മാപ്പ് കൊടുക്കുക, അദ്ദേഹത്തോട് സിമ്പതി കാണിക്കുക, അദ്ദേഹത്തിന്റെ നന്മകളെയൊക്കെ അംഗീകരിക്കുക, അദ്ദേഹത്തിന്റെ തെറ്റുകൾ തെറ്റാണെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനൊരു അന്ത്യമുണ്ടായതെന്നും കഥയിൽ നിന്ന് പാഠം പഠിച്ച് നമ്മുടെ ജീവിതത്തിലും അത് ആവർത്തിക്കാതിരിക്കുക. ഹെയ്റ്റ് ദ സിൻ, ഹെയ്റ്റ് നോട്ട് ദ സിന്നർ എന്നൊരു പ്രോവർബ് ഉണ്ട്. ഹെയ്റ്റ് ദ സിൻ, ഹെയ്റ്റ് നോട്ട് ദ സിന്നർ. പാപത്തെ വെറുക്കുക, പാപിയെ വെറുക്കാതിരിക്കുക. അയാൾ എപ്പോ വേണമെങ്കിൽ തിരുത്താം, നല്ലവനാവാം, അവസരം കൊടുക്കുക. അപ്പോൾ ഇവിടെയും മഹാബലി നമുക്ക് പൂജ്യനാണ്, നമ്മളെക്കാളൊക്കെ എത്രയോ യോഗ്യനാണ്, എത്രയോ ഉയരത്തിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. അതുകൊണ്ട് നമുക്ക് പൂജിക്കണം. പക്ഷേ ഭഗവാന്റെ മുകളിലല്ല, ഭഗവാന്റെ കാൽക്കീഴിൽ സേവകനായിക്കൊണ്ട് ഒപ്പമിരുത്തി പൂജിക്കാം. നമുക്ക് ഇപ്പൊ ഇവിടെ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ
ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ കാണാം. നാളെ രാവിലെ 11 മണിക്ക് തുടരാം.